നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് കരങ്ങളെ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസത്തേക്ക് ഹല്ലേലൂയ കടന്നു നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദാസനെ സൂക്ഷിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ദൈവസന്നദ്ധയിൽ ഹല്ലേലൂയ കർത്താവേ അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള ഒരു വലിയ വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂദിയായുടെ ഹൃദയം വചനം കേൾക്കേണ്ടെന്ന് തുറന്നവനായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണമേ. വേണ്ടവണ്ണം ദൈവത്തിൻ്റെ വചനം ഒന്ന് ഗ്രഹിക്കുവാൻ. വചനത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹല്ലേലൂയ അത് വിത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഹല്ലേലൂയ നാമേ ഒന്ന് വിതച്ചു തരണമേ എന്ന് നമുക്ക് നമ്മോട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടത്തേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഹല്ലേലൂയ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മഴ ഇവിടെ ഒന്ന് അയക്കുവാൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഒരു പിന്മഴ ഇവിടെ അയക്കുവാൻ, ഓരോ ദൈവകൃപയുടെ ഒരു ഹിമവും ഹല്ലേലൂയ ഒരു മഴയും ഇവിടെ വന്ന് അയക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഷെക്കേന ദൈവം ഇവിടെ ഒന്ന് മൂടുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ വിത്ത് വിതയ്ക്കപ്പെട്ടാൽ ആഹാരം ഹല്ലേലൂയ ദൈവജനത്തിന് സമ്മാലലിയ മൃഷ്ടാന്ന ഭോജനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആത്മീയ മന്ന ആ ആഹാരം ദൈവം നമുക്ക് വിളമ്പിത്തരാൻ പോവുകയാണ്. അഭിഷേകം ചെയ്ത ദൂതുമായി ദൈവദാസനെ ദൈവം അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സന്നിധി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവവചനം പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ അത് ഹല്ലേലൂയ വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. അത് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. എനിക്ക് ഇഷ്ടമുള്ള കാര്യം അത് നിവർത്തിക്കും. ഹല്ലേലൂയ. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്, നമ്മുടെ വിടുതലാണ്, നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ ഉണർവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമുക്ക് ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ചിരിക്കുന്നത് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രസിദ്ധനായ ഹല്ലേലൂയ പി കെ യേശുദാസൻ പാസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ രക്ഷയിലൊക്കെ കടന്നു വന്ന് ഏതാനും വർഷങ്ങൾ ചെറിയ കുട്ടികൾ സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ, സ്കൂളിൽ എനിക്ക് തോന്നുന്നു +1 +2 പഠിക്കുമ്പോൾ പോലും ഞങ്ങളുടെ നാട്ടിൽ കടന്നു വന്ന് ഞങ്ങളുടെ സഭയിലൊക്കെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. അങ്ങനെ ഒരു ആഴമായ ഹൃദയം എന്താണെന്ന് മുതൽ ഇന്ന് വരെയും സൂക്ഷിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃത്തിനാണ്. പലപ്പോഴും തൻ്റെ ചർച്ചയിലൊക്കെ എന്നെ വിളിക്കുകയും അവിടെ ശുശ്രൂഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ ഹല്ലേലൂയ ആമേൻ. കർത്താവ് ഈ നാളുകളിൽ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ കർത്താവ് അയച്ച് തൻ്റെ ശുശ്രൂഷകൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ നമുക്ക് ലഭിച്ചതിൽ ഹല്ലേലൂയ പ്രൈസ് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഹല്ലേലൂയ ദൈവദാസനെ സ്വാഗതം ചെയ്തുകൊണ്ട് കർത്താവിനെ ഹല്ലേലൂയ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഉച്ചത്തിൽ ഹല്ലേലൂയ 3 ഹല്ലേലൂയോടെ പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് ക്ഷണിച്ചോളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം പറയുകയാണ്. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ എനിക്കും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തോളം വലിപ്പമുള്ള ദൈവത്തിൻ്റെ വചനവുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം നിങ്ങളുടെ മധ്യേ വരാൻ ദൈവം എനിക്ക് അവസരം നൽകിയത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെയും, വിശേഷ ദാവൻ്റെ ദാസൻ പ്രിയ രാജീവ് തുടങ്ങിയ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വിശേഷ കൃപ നിങ്ങളെല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാട്ടാക്കട അസംബ്ലീസ് ഓടി ചർച്ചിൽ ഫാസ്റ്റിംഗ് നടക്കുന്നു. ഞങ്ങളുടെ ഫാസ്റ്റിങ്ങിൻ്റെ 9ാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം. എങ്കിലും സാധാരണ നിലയിൽ ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ മറ്റ് ഇടങ്ങളിൽ പോകുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ MA വർഗീസ് സാറിനെ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. സത്യം അതാണ്, കുറേ കാലമായി. എനിക്കൊരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ ഒരിച്ചിരി സമയം ഇരിക്കാം എന്ന് വിചാരിച്ചും കൂടെയാണ് ഞാൻ ഇന്ന് രാത്രി ഈ പകൽ ഇവിടെ വന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അദ്ദേഹം എൻ്റെ സ്കൂൾ അധ്യാപകനും കൂടായിരുന്നു. പിന്നീടാണ് ഞാൻ യേശുവിനെ അറിയുന്നതും ഈ കർത്താവിനെ സേവിക്കുന്നതൊക്കെ വളരെ വൈകിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുരു ശിഷ്യബന്ധം, ഒരു പൂർവ്വകാല ഗുരു ശിഷ്യബന്ധം കൂടെ അനുബന്ധമായി ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആശങ്കപ്പെട്ടു, സാറ് ഉണ്ടാവില്ലേ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു സന്തോഷമുള്ള ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാണ്. ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു, ഉൽപ്പത്തി പുസ്തകം 17 അബ്രഹാം കമിണ്ണ് വീണ് ചിരിച്ചെന്നാണ് വായിക്കുന്നത്. അബ്രഹാം കമിണ്ണ് വീണ് ചിരിച്ചു. ഉൽപ്പത്തി 18 സാറ ചിരിച്ചതായി വായിക്കുന്നു. ഉൽപ്പത്തി 17 അബ്രഹാം കമിണ്ണ് വീണ് ചിരിച്ചത്, നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അത് വൈറലായില്ല. ഉൽപ്പത്തി 18 സാറ ചിരിച്ചതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രസംഗപീഠത്തിൽ പ്രമേയമായി വന്നത്. അബ്രഹാം കമിണ്ണ് വീണ് ചിരിച്ചത് ചർച്ചയായില്ലെങ്കിലും സാറ ചിരിച്ചത് ചർച്ചയായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവം എന്താണോ ദൈവം നോട്ട് ചെയ്യുന്നത് അതേ ചർച്ച ചെയ്യപ്പെടത്തുള്ളൂ. ഇന്ന് കർത്താവ് നിങ്ങളെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം നിങ്ങളെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ? ഈ ഫാസ്റ്റിംഗ് പ്രെയറിൽ കർത്താവ് നിങ്ങളെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. ദൈവശബ്ദം ആർക്കാ കർത്താവ് നൽകുന്നത്? ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് നിങ്ങളെ ഇന്ന് പകൽ ശ്രദ്ധിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അക്ഷരം കൊണ്ടല്ല കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് രാവിലെ തൊടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. 125 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കാം. അൻപും നിറഞ്ഞ പിതാവേ, പരിശുദ്ധ കർത്താവേ, വചനത്തിൻ്റെ ശക്തി ഈ രാവിലെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ജീവനായ കർത്താവ്, ചൈതന്യമായ കർത്താവ്, അങ്ങ് ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുകയാൽ സ്തോത്രം, 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 സ്തോത്രം. അത്യുന്നതൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ വെളിപ്പെടുന്നതോർത്ത് ഞങ്ങൾ ഈ രാവിലെ അങ്ങേ സ്തുതിക്കുന്നു. ഊടാരാബാധാര. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നമേ കർത്താവേ. അസാധാരണമായ ഒരു സാന്നിധ്യം കൊണ്ട് രാവിലെ ഞങ്ങളെ നിറയ്ക്കണമേ. ബലഹീനതയിൽ ജയിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴം ഈ രാവിലെ കർത്താവ് ഞങ്ങളുടെ മേൽ അയക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കണമേ. ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ മേൽ അയക്കാനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മ ഈ വായിച്ച ഭാഗത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഞാൻ ചിലപ്പോൾ അതൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഒരു ക്ഷീണിതരായിരിക്കരുത്. ഹല്ലേലൂയ. ഇനി നിങ്ങളെ ബലപ്പെടുത്താൻ കർത്താവിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്, നമുക്ക് ഇവിടെ വായിക്കുന്നു നീതിമാൻ്റെ ഒരു അവകാശത്തെക്കുറിച്ച്
വേദപുസ്തകത്തിനകത്തു നിന്ന് ചില ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. നീതിമാൻ്റെ അവകാശം. ആരാണ് നീതിമാൻ? വേദപുസ്തകം പറയുന്ന നീതിമാൻ ആരും ഇല്ല, ഒരുത്തൻ പോലും ഇല്ല. നീതിമാൻ ആരും ഇല്ല, ഒരുത്തൻ പോലും ഇല്ല. അതേ ബൈബിളിൽ നീതിമാൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്നുണ്ട്. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ വരും, അവൻ്റെ വേര് അനുഗ്രഹിക്കപ്പെടും, അവൻ്റെ പേര് വിസ്തൃതമാകും. അപ്പോൾ നീതിമാൻ്റെ അനുഗ്രഹം കൊണ്ട് സംഘടിതം അല്ലെങ്കിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന വേദപുസ്തകത്തിനകത്ത് നീതിമാൻ ആരുമില്ലെന്നും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിലേതാണ് നമുക്ക് വേണ്ടിയത്? ഇത് രണ്ടും വേണം. ദൈവത്തിൻ്റെ നോട്ടത്തിൽ നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരും ഇല്ല. അതേസമയം നീതിമാൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് മാനസികമായി ഇത് ചിന്തിച്ചാൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ നമുക്കില്ലെന്നേ ഉള്ളൂ. കാരണം നീതിമാൻ ആരും ഇല്ല, ഒരുത്തം പോലും ഇല്ല. തിരിച്ച് നീതിമാൻ്റെ അനുഗ്രഹം കലവറയും വലുതാണ്. സങ്കീർത്തനം തുറന്നാൽ നീതിമാൻ്റെ അനുഗ്രഹമേ ഉള്ളൂ. സദൃശവാക്യം വായിച്ചാൽ, ഞാൻ ഈ അടുത്ത ദിവസം നോക്കിയപ്പോഴത്തേക്ക് സദൃശവാക്യം വായിക്കുന്നു, നീതിമാൻ്റെ വേര് അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. ഒരു വേരെങ്കിലും ശേഷിച്ചാൽ അത് ഒരു ലോകത്തെ മുഴുവൻ നിറയാൻ പ്രാപ്തമായ നിലയിൽ ആ വേര് അനുഗ്രഹിക്കപ്പെട്ടതെങ്കിൽ, നീതിമാൻ്റെ പേര് അനുഗ്രഹിക്കപ്പെട്ടതെങ്കിൽ, ഓർമ്മകൾ അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ, ഇതൊന്നും നമുക്ക് അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. നമ്മൾ വാസ്തവത്തിൽ ഈ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായിരുന്നില്ല. എന്നാൽ ഒരു രാത്രിയിൽ 5 കോടതിയിൽ 6 പ്രാവശ്യത്തെ വിസ്താരത്തിന് ശേഷവും ലോകത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും തലനാരിഴ കീറി പരിശോധിച്ചിട്ടും ഒരു തെറ്റും ചെയ്തില്ല എന്ന് സകല കോടതിയിലും ഉറപ്പായിരുന്നിട്ടും, സ്തോത്രം, ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിച്ച ഒരുവൻ അവിടുന്ന് മാത്രമായിരുന്നു നീതിമാൻ. ആ മരണത്തിന് വേണ്ടി ആ നീതിമാനെ വിസ്തരിച്ച് വിധിക്കുന്ന പിലാത്തോസ് നീതിമാനാണെന്ന് പറഞ്ഞിട്ടും ആ നീതിമാനെ രക്ഷിക്കാൻ ഒരു വാക്കുപോലും ഉരുവാടാൻ കഴിയാതെ വ്യവസ്ഥ കൊണ്ട് കെട്ടപ്പെട്ട ആ മനുഷ്യൻ മരണത്തിന് വേണ്ടി ഈ നീതിമാനെ വിധിക്കുക. സ്തോത്രം. തീർന്നില്ല. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ രാത്രിയിൽ പറയുന്നു, ഞാൻ ദർശനത്തിൽ അവനെ കണ്ടു, അവൻ നീതിമാനാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരാളോട് സംസാരിക്കുകയാണ്, അവൻ നീതിമാൻ. സന്നിധി സംഘം പറയുന്നു അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മതകോടതി പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല. ജുഡീഷ്യറി പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല. ലെജിസ്ലേറ്റീവ് പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല. ആമേൻ. ഒരു തെറ്റും ചെയ്യാതെ നീതിമാനായിരുന്ന ഒരുവൻ നീതി കെട്ടവർക്ക് വേണ്ടി തക്ക സമയത്ത് മരിച്ചിരിക്കുകയാണ്. അവനിലൂടെ നീതീകരണം പ്രാപിച്ചവരാണ് നീതിമാന്മാർ. സ്തോത്രം. നീതിമാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെ ഇരിക്കുമ്പോൾ അനേകര നീതിയിലേക്ക് നയിക്കുന്ന നല്ല പ്രവൃത്തിയുമായി നിത്യതയിൽ പോകാൻ രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പ്രവൃത്തികളെ ദൈവം ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ പെടുത്തുമെങ്കിൽ, ഓ ഹല്ലേലൂയ, കർത്താവിനെ പരമാർത്ഥ ഹൃദയത്തോട് സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീതിമാൻ്റെ ഒരു അനുഗ്രഹം നിൻ്റെ മേലുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ആരാണ് ദുഷ്ടൻ? ആരാണ് നീതിമാൻ? ആരാണ് ദുഷ്ടൻ? നമുക്കറിയാം ദുഷ്ടൻ ആരാണ്, നീതിമാൻ ആരാണ്.
എല്ലാം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് വചനത്തിൻ്റെ പ്രധാന ഒരു ചിന്തയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ആരാണ് ദുഷ്ടൻ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദുഷ്ടൻ വായ്പ വാങ്ങിയാൽ അവൻ എന്ത് ചെയ്യത്തില്ല? തിരിച്ചു കൊടുക്കുന്നില്ല. ദുഷ്ടൻ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചു കൊടുക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, ദുഷ്ടൻ്റെ ഹൃദയം സമുദ്രം പോലെ കലങ്ങി മറിയുന്നു. ഹല്ലേലൂയ. വേറൊരു വാക്യത്തിൽ പറയുന്നു, സമാധാന ദേശത്ത് അനീതി ചെയ്യുന്നവൻ്റെ പേരാണ് ദുഷ്ടത. ദുഷ്ടൻ എന്ന് പറയുന്നത്, ഞാനത് വിശദീകരിക്കുന്നില്ല. ആരാണ് നീതിമാൻ? 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നീതിമാൻ ആരാണെന്ന് വായിക്കുന്നത്, ദുഷ്ടൻ ആരാണ് നീതിമാൻ ആരാണ് എന്ന് 1-ാം സങ്കീർത്തനത്തിൽ 2 വ്യക്തിത്വങ്ങളെ അസന്നിഗ്ധമായി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റിൽ പാറ്റുന്ന പതിരുപോലെയാണ്. അകത്ത് ആത്മാവിൻ്റെ ജീവനില്ലാത്തവൻ്റെ പേരാണ് ദുഷ്ടൻ. സ്തോത്രം. വേദോത്സവത്തിൻ്റെ ഭാഷയല്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരുണ്ട്, പ്രായമില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വ്യത്യസ്ത പ്രായക്കാരുണ്ട്. നിങ്ങൾക്ക് അടുത്ത ജനറേഷന് ആത്മാവിൻ്റെ ജീവൻ കൊടുക്കാനുള്ള ജീവൻ്റെ ഒരു തലം നിങ്ങളുടെ അകത്തില്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നിങ്ങളുടെ പേര് ദുഷ്ടനെന്നാണ്. നീതിമാൻ്റെ പ്രത്യേകത, അവൻ പതിരല്ല, അകത്ത് ബലമുള്ളൊരു കതിരാണ്. എത്ര പേർക്ക് ബോധ്യമുണ്ട് എൻ്റെ അകത്തൊരു ജീവനുണ്ടെന്ന്? ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? സ്തോത്രം. നിങ്ങൾ അല്പസമയം ഒന്ന് കർത്താവിനെ സ്തുതിക്കണം. അകത്ത് ജീവനുള്ള, എന്ത് ജീവനുള്ള? നമുക്കറിയാം, പതിര് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? പതിര് കണ്ടിട്ടുള്ള, കതിര് കണ്ടിട്ടുണ്ടെങ്കിൽ പതിരും കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ പിള്ളേർക്ക് അറിയണമെന്നില്ല കേട്ടോ. ഇന്നത്തെ പിള്ളേരെ അതോട് പറയുകയാണ് പതിരേതാ കതിരേതാന്ന് പറഞ്ഞാൽ അറിയില്ല. അവരെന്ത് ചെയ്യുന്നറിയാമോ? പണ്ട് നമ്മുടെ ഭാഷമാർ പറയുമായിരുന്നു, എന്ത് പറയും? വചനം ഇങ്ങനെ പറയുന്നു, വചനം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇന്ന് ഗൂഗിൾ ഇങ്ങനെ പറയുന്നു എന്ന് പറയേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അകത്ത് ജീവനില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരാൾ മരിക്കുമ്പോൾ നമ്മളാളെ സംസ്കരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നൊരു വാക്കുണ്ട്, ഈ വിത്ത് ആയ അല്ലെങ്കിൽ ഈ ശരീരം നമ്മളിവിടെ വിതയ്ക്കുന്നു. ആമേൻ. 7 വിധ താഴ്ചയുള്ള ശരീരം, 7 വിധ താഴ്ചയുള്ള ഈ വിത്ത് നമ്മളിവിടെ വിതയ്ക്കുന്നു. കാഹളം കേൾക്കുമ്പോൾ വിശുദ്ധർ അക്ഷയരായി രൂപാന്തരപ്പെടുന്ന ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ, സ്തോത്രം പറയാമോ, ബലഹീന ശരീരത്തോടെ അല്ല, ബലമുള്ള ശരീരത്തോടുകൂടെ ഇവിടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ശരീരത്തെ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ചാരത്തിന് ചാരമായും ഇവിടെ സംസ്കരിക്കുന്നു. നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, നിന്റെ കാലാവസാനത്തിൻ്റെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരുമെന്ന് പറയുന്ന കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യതയിൽ ആമേൻ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ അലാറം കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് ഉയർക്കാൻ പ്രാപ്തമായ അകത്ത് ആമേൻ വിശുദ്ധീകരണം പ്രാപിച്ച ഒരു ആത്മാവുള്ളവർക്ക് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ രക്തം ജയം. അകത്ത് ജീവൻ പ്രാപിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഈ വിലപ്പെട്ട ദിവസം അകത്ത് ജീവൻ പ്രാപിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ബലഹീന ശരീരത്തെ ബലപ്പെടുത്തുന്നത് ഈ അകത്തെ ജീവനാ. ജീസസ്. അപ്പോൾ അങ്ങനെ ആത്മാവിൻ്റെ ജീവൻ. അപ്പോൾ നമ്മളെ ഒരു ദിവസം ഈ മണ്ണിൽ പോയാലും അകത്തു നിന്ന് ഒരു ജീവൻ പുറന്തോടഴിയ ശേഷം അകത്തുനിന്നൊരു ജീവൻ പുറത്തു വരുമെന്ന് ഉറപ്പോടെ ഇവിടെ ജീവിക്കാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, നിന്റെ പേരാണ് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു നീതിമാൻ. ഹല്ലേലൂയ. അപ്പോൾ ആ നീതിമാൻ്റെ അവകാശമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ പറ്റിയതല്ല. സ്തോത്രം. എല്ലാം നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ഒരുപോലെ ചിന്തിക്കാനും പറ്റില്ല.
മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഈ അടുത്ത ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദിവസം വന്ന് വളരെ സിമ്പിളായിട്ടൊരു പ്രസംഗിച്ച് ഇത്രയേ ഉള്ളൂ. മത്തായി, മർക്കോസ്, ലൂക്കോസ് യോഹന്നാനെ മത്തായി, മർക്കോസ്, ലൂക്കോസും വിട്ടുകളഞ്ഞ യോഹന്നാൻ എടുത്തെഴുതിയൊരു ചേർത്തൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം കൊണ്ട് ആ പുസ്തകം മാന്യമായിട്ട് അവസാനിപ്പിക്കാം എന്നിരിക്കെ ഞാൻ ആലോചിക്കുക, 21-ാം അധ്യായം ഒരു മനുഷ്യൻ മടങ്ങി വന്നതിനെക്കുറിച്ചും കൂടെ പരിശുദ്ധാത്മാവ് എഴുതിച്ചു. സ്തോത്രം. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് മാത്രമേ ബാക്കി എല്ലാവരും എഴുതിയുള്ളൂ. മടങ്ങി വന്നതിൻ്റെ ചരിത്രം കൂടെ യോഹന്നാൻ എന്ത് ചെയ്തു? എഴുതി. ഒറ്റ കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഒരു ദേശത്ത് കീറി മുറിക്കാൻ ദൈവം വെറുതെ ഇട്ട് കളയത്തില്ല കേട്ടോ. നീ മടങ്ങി വന്നതിനെക്കുറിച്ച് ഓർപ്പിച്ച് എഴുതുന്നൊരു ദൈവത്തിൻ്റെ കരം ഈ രാവിലെ ചലിക്കിയാൽ സ്തോത്രം ചെയ്യുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു. അങ്ങനെ നീതിമാന് ഒരവകാശമുണ്ട്. ഈ അവകാശം ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെ ഓഹരി യഹോവയാകുന്നു, നീ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് തന്ന ഒരു അവകാശമുണ്ട്. നമ്മൾ പലപ്പോഴും വാഗ്ദത്തം എന്നതിന് മുകളിലാണ് ഈ അവകാശം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ഒരു വാഗ്ദത്തം ശേഷിക്കുന്നു. ഏതൊരു വാഗ്ദത്തമേ ശേഷിപ്പുള്ളൂ. ഏതൊരു വാഗ്ദത്തമാണ് ശേഷിക്കുന്നത്? ഒരു സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഒരു വാഗ്ദത്തം ശേഷിക്കുന്നു. പക്ഷെ ഇവിടെ വാഗ്ദത്തം അനുഭവിച്ച് കഴിഞ്ഞ അവകാശമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ അവകാശം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവകാശം നമുക്കറിയാം. ഗിഫ്റ്റുണ്ട്. ഗിഫ്റ്റ് ആളുകൾക്ക് കൊടുക്കാറുണ്ട്. ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കും. കല്യാണത്തിനൊക്കെ എന്തോ കൊടുക്കും. നമ്മൾ കല്യാണത്തിന് ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ആളുകൾ ഗിഫ്റ്റ് കൊടുക്കും, അല്ലേ? ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഗിഫ്റ്റ് ഒരിക്കലും അവകാശമല്ല. അപ്പോൾ ഇന്ന ഗിഫ്റ്റേ തരാവൂന്നൊന്നും ആരോടും പറയാൻ പറ്റുന്നില്ല. പറ്റുമോ? ഒരാളെ കല്യാണം വിളിച്ചേച്ച് പറയാം, നിങ്ങൾ ഇന്ന ഗിഫ്റ്റേ തരാവൂന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് അവരുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് വേണ്ടി തോന്നുന്നതേ തരത്തുള്ളൂ. ശരിയാണോ? പക്ഷെ അവകാശം എന്ന് പറയുന്നത് അതല്ല. പ്രൈസ് ദി ലോർഡ്. അവകാശം എന്ന് പറയുന്നത് ഗിഫ്റ്റല്ല. ആമേൻ. നമുക്ക് PF-ഉം ഗ്രാറ്റുവിറ്റിയും പ്രോവിഡന്റ് ഫണ്ടും അല്ലെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ അവകാശവുമായി ബന്ധമുള്ളവരല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവകാശി ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരേണ്ടതിന് ദൈവത്തിൻ്റെ സഭയിൽ നമ്മളെ ഇരുത്തിയിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്ന് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ഉപദേശങ്ങളിലൂടെ കർത്താവ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാ വളർത്തുന്നതെന്നറിയാമോ? നിങ്ങളോട് ദൈവം പറഞ്ഞൊരു അവകാശമുണ്ടല്ല, നിങ്ങളൊരു അവകാശിയാണ്. അവകാശം പ്രാപിക്കുവോളം അടങ്ങിയിരിക്കരുത്, അവൻ അലസനാകരുത്, അവൻ പിന്നെയും പ്രാപ്തനാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്തത്താൽ ജയം. അപ്പോൾ ഈ അവകാശം നിങ്ങളുടെ അകത്ത് കർത്താവ് നൽകേണ്ടതിനായിട്ട് ഈ യോഗത്തിൻ്റെ ഈ വിലപ്പെട്ട ദിവസം കർത്താവ് നിങ്ങൾ അതിനായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 4 കാര്യങ്ങൾ നിങ്ങളുടെ സജീവമായ ചിന്തയിൽ കൊണ്ടുവരണമെന്നാണ്, 5 കാര്യങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും എല്ലാം പറയാനായിട്ട് ഞാൻ ഒരുപക്ഷെ ഇന്ന് പകൽ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ കഴിയുന്നിടത്തോളം പറയാൻ ശ്രമിക്കാം. നമുക്ക് വായിക്കാം. 1-ാമത്തെ നീതിമാൻ്റെ അവകാശമാണ് പിതാക്കന്മാരുടെ അവകാശം. 1 പിതാക്കന്മാരുടെ അവകാശം. 2 വാക്യങ്ങൾ അനുബന്ധമായി ഒന്ന് വായിക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 41-ാം വാക്യം, സദൃശവാക്യം 19-ാം അധ്യായം 14-ാം വാക്യം. ലേവ്യ പുസ്തകം. പിന്നെ അവൻ തൻ്റെ മക്കളുമായി നിന്നെ വിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം, തൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകണം. ശ്രദ്ധിക്കേ, 1 കർത്താവിൻ്റെ സന്നിധിയിൽ അവകാശിയായി അല്ലെങ്കിൽ നീതിമാനായിരിക്കുന്നൊരു ദൈവം ഇതിനുള്ള 1-ാമത്തെ അവകാശമാണ് പിതാക്കന്മാരുടെ അവകാശം. ഹല്ലേലൂയ.
സദൃശവാക്യം 19:14 കൂടെ ചേർത്ത് വായിക്കാമോ? ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം. ഇവിടെ എല്ലാം നിങ്ങൾ വേദപുസ്തകം ഉടനീളം പരിശോധിച്ച് നോക്കിയാൽ കാണുന്നൊരു അവകാശമാണ് പിതാക്കന്മാരുടെ അവകാശം. സ്തോത്രം. എത്ര പേർ ആമേൻ പറയുന്നുണ്ട്? അപ്പൻ കേട്ടിട്ടുള്ള എത്ര ഉണ്ട്? പിതാവ്, നിങ്ങൾ ഡാഡി എന്നൊക്കെ വിളിക്കുന്ന അപ്പൻ. സ്തോത്രം പറയാവോ? അപ്പൻ എന്നുള്ളൊരു പേരല്ല. എത്ര പേർക്കറിയാം? ദൈവത്തെ പോലും ദൈവം പരിചയപ്പെടുത്തുന്നത് അവൻ നമ്മുടെ പിതാവ്. പിതാവെന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവിൻ്റെ അവകാശമെന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ, ലോകത്തിലെ ഏറ്റവും നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഒരു വാക്കാണ് നിങ്ങളുടെ അപ്പാ എന്നുള്ള വിളി, അല്ലേ? നിങ്ങളുടെ സ്വന്തം അപ്പനെ അപ്പാ എന്ന് വിളിച്ചിട്ടുള്ള ആ സ്നേഹം കണ്ടിട്ടുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? മിക്കവാറും പിള്ളേർ ഇച്ചിരി പ്രായമൊക്കെ ആകുമ്പോൾ അമ്മമാരോടാ കൂടുതൽ അറ്റാച്ച്. ശരിയല്ലേ? അമ്മമാരെപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഞാനാണ് നിന്നെ നൊന്ത് പ്രസവിച്ചത്. പറഞ്ഞിട്ടുള്ള അമ്മമാരിവിടെ ഉണ്ടോ? സ്തോത്രം. അപ്പന്മാരെക്കുറിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഇതാ, എന്ത് കൊച്ചു തെറ്റ് ചെയ്താലും ഉടനെ പറയും നിൻ്റെ പപ്പ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ ആദ്യമേ തോന്നുന്നു എന്നറിയാവോ? അപ്പൻ വന്ന് അവിടുത്തെ ആഭ്യന്തരമെല്ലാം ആർക്കാ? അപ്പനാണ്. ശരീരത്തിലൊരമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ സഹിക്കുന്ന വേദന എന്ന് പറയുന്നത് അപാരമായ വേദനയാണ്. അത് വേറെ ഒരു വേദനയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരിടത്തും. മാത്രമല്ല, ഒരമ്മ ലോകത്തിലൊരു കുഞ്ഞിന് ഒരു ജീവിതം ജന്മം കൊടുക്കുക മാത്രമല്ല, ആ കുഞ്ഞിനെ വളർത്തുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമ്മയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അമ്മമാരാണ്. നല്ല അമ്മമാർക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജോലി. ഈ അടുത്ത കാലത്ത് ഒരു കുഞ്ഞിന് വേണ്ടി ഏറ്റവും ഹൈ ലെവൽ ജോലി ഒരമ്മ ഉപേക്ഷിച്ചു. ഞങ്ങളെല്ലാവരും വഴക്ക് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, കുഞ്ഞിന് വേണ്ടി ആ ജോലി ഉപേക്ഷിച്ചു. എത്രയോ അമ്മമാരല്ലേ ഇവിടെ ഇരിക്കുന്ന? എത്രയോ അമ്മമാർ. നിങ്ങളൊരു 15 വർഷത്തിന് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ, അല്ലേ? നിങ്ങളുടെ സൗന്ദര്യവും ഇങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ എത്ര ബ്യൂട്ടി ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വേദനയും സഹിച്ച അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ അടുത്ത തലമുറയെ അനുഗ്രഹിക്കാൻ ദൈവം നിയമിച്ചാക്കിയത് പിതാക്കന്മാരായിരുന്നു. അതുകൊണ്ട് അമ്മമാരുടെ ജോലി ചെറുതെന്നോ അമ്മമാരുടെ ഡ്യൂട്ടി ചെറുതെന്നോ അവരെ ചെറുതാക്കിയോ വേദപുസ്തകം കാണിക്കുന്നില്ല. ഹല്ലേലൂയ. അബ്രഹാം തന്റെ മകനെ അനുഗ്രഹിക്കുന്നു, ഇസഹാക്ക് അനുഗ്രഹിക്കുന്നു, യാക്കോബ് അനുഗ്രഹിക്കുന്നു. പിതാക്കന്മാരുടെ അനുഗ്രഹം അടുത്ത ജനറേഷന് വേണ്ടി വരേണ്ടതിന് യോസഫ് എന്ന ദൈവത്തിന്റെ മനുഷ്യൻ തൻ്റെ 2 മക്കളെ കണ്ടുകാണാത്ത അപ്പൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ മൂത്ത മകന്റെ തലമേൽ അപ്പൻ്റെ വലത്തെ കൈ വരേണ്ടതിനും തൻ്റെ ഇളയ മകന്റെ തലമേൽ അപ്പൻ്റെ ഇടത്തെ കൈ വരേണ്ടതിനും വളരെ ക്രമീകരിക്കപ്പെട്ട് ആധുനിക ബോധത്തിൻ്റെ ആധുനിക യുക്തിയുടെ വക്താവായ യോസഫ് കൊണ്ടു നിർത്തുമ്പോൾ ഉയരത്തിൽ ദൈവം പറഞ്ഞു, അപ്പൻ്റെ അനുഗ്രഹം ആരുടെ തലമേൽ ചെല്ലണമെന്ന് ഞാൻ നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലത്തെ കൈ ഒന്ന് പിണഞ്ഞ് ഇടത്തെ സൈഡിൽ ആമേൻ തൻ്റെ മകൻ കൊണ്ടു നിർത്തിയ എൻ്റെ അപ്പൻ്റെ ഇടത്തെ കൈ ആരുടെ തലമേൽ വരണമെന്ന് ആഗ്രഹിച്ചോ അവൻ്റെ തലയിൽ നിന്റെ വലത്തെ കൈ വച്ചിട്ട് യോസഫ് അപ്പൻ്റെ കയ്യെ പിടിക്കുമ്പോൾ അപ്പൻ കൈ വിറപ്പിച്ചു പറഞ്ഞു, എനിക്കറിയാം കുഞ്ഞെ നീ എൻ്റെ കയ്യെ പിടിക്കുമെന്ന്. പക്ഷെ ഉയരത്തിൽ ദൈവം എന്നോട് പറഞ്ഞത് എൻ്റെ വലത്തെ കൈ ആരുടെ തലമേൽ വരണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് ഉയരത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലിൽ ജീവിതത്തിൽ എന്തൊക്കെയോ സാന്ദർഭികമായി ഇടത്തെ കൈ തലയിൽ വീഴാൻ പാകത്തിന് നിന്നെ കൊണ്ടു നിർത്തി ഇടത്തുനിന്ന് അനുഗ്രഹത്തിന്റെ വലത്തെ കൈ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ തലമേൽ വയ്ക്കാൻ പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചു ബലപ്പെടുക, ആത്മാവിൽ പ്രാപിക്കുക. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പ്രപദം ധനയം ധിനയം ധനയം ധനയം ധേരെ. ഇന്ന് പകൽ നിന്റെ അഭിഷേകം, നിന്റെ വിശ്വാസത്തിന് തീ പിടിക്കട്ടെ.
ഗ്ലോറി 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 ഗ്ലോറി. ഈ ദിവസം കർത്താവ് ചിലരെ സൗഖ്യമാക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത ചിലത് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ തുടങ്ങുന്നു. അപ്രതീക്ഷിതമെന്നോ പിതാക്കന്മാരുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് ഒരമ്മ രണ്ടു മക്കളെയും ഒരുപോലെ കാണേണ്ട അമ്മ. അപ്പൻ്റെ മനസ്സിനകത്ത് ഏതു മകനാണ് ഉള്ളതെന്ന് അറിഞ്ഞ അമ്മ. അപ്പൻ്റെ അനുഗ്രഹം അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നീ ഉള്ളതുകൊണ്ട് കുറെ കൂടെ ഞാൻ നിനക്ക് സ്റ്റോർ ചെയ്ത് കുറെ കൂടെ ഞാൻ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 4 ആട് പോയ പോട്ടെ, 5 കാളയെ കെട്ടിയില്ലെങ്കിൽ പോട്ടെ, 10 കഴുതയുടെ വിഷയമല്ല. അതുകൊണ്ട് നീ നിൻ്റേതായ രീതിയിൽ ജീവിച്ചാൽ മതി കുഞ്ഞ്. നീ ഇപ്പോഴും ഒരു വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരുത്തന. എനിക്ക് എൻ്റെ ആയുഷ്കാലം നിന്നെ എൻ്റെ കൂടെ വേണം. അതുകൊണ്ട് അപ്പൻ്റെ അനുഗ്രഹത്തിന് അവകാശി വേട്ടയ്ക്ക് പോയിരിക്കുക, അവൻ വരുമ്പോൾ ഏതേലും മേടിച്ചോട്ടെ എന്നൊരമ്മ ഇരുന്നില്ല. ഉദരത്തിൽ കിടന്നപ്പോഴേ ഉയരത്തിൽ ദൈവം ഒരു ഇടപാട് പറഞ്ഞു. എന്നാ പറഞ്ഞെന്നറിയാമോ? ആമേൻ. മൂത്തവൻ ഇളയവനെ സേവിക്കും. വാഗ്ദത്തമുള്ള സന്തതിക്ക് വേണ്ടി ഒരമ്മ അല്പം കയ്യനക്കിയപ്പോൾ ഉയരത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് ഇന്ന് പകലിൽ ചിലരുടെ മേൽ പൊഴിയുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. അസാധ്യമെന്ന് തോന്നുന്ന ചിലത് നിന്റെ കാൽക്കൽ എത്തിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാട് ഇന്ന് പകൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർക്കായി Glory, glory, hallelujah, 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 hallelujah. വിട്ടുകൊടുക്കുക. ദൈവമാകെ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നെങ്കിൽ Glory to God, glory to God, glory to God, glory to God. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ്റെ അനുഗ്രഹം ഒരുവൻ്റെ മേൽ വന്നു. ആമേൻ. അപ്പൻ്റെ കൈ വീഴാത്ത, അപ്പൻ്റെ അനുഗ്രഹം ഇല്ലാത്ത മകൻ സാമ്പത്തികമായി ഉയരാതിരുന്നില്ല. കണ്ടോ? യേശാവ് സാമ്പത്തികമായി ഉയർന്നില്ലേ? ഉയർന്നോ? അല്ലേ? ഉൽപ്പത്തിയിൽ യാക്കോബ് പറയുന്നു, ഇത് അങ്ങയ്ക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞു, മോനെ എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട്, എനിക്കിൻ്റെ ആവശ്യം കൂടെ ഇല്ല. നിൻ്റെ പ്രസൻറ്റേഷൻ്റെ ആവശ്യമൊന്നും എനിക്ക് ഇല്ല, നിൻ്റെ ഗിഫ്റ്റിൻ്റെ ആവശ്യം എനിക്ക് ഇല്ല. അപ്പൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെതിരൊന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ സാമ്പത്തികമായി ഉയർന്നത് അപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണോ? അല്ലല്ലോ. എല്ലാവരും അല്ലെങ്കിൽ പോലും. പക്ഷെ നിത്യതയിൽ ദൈവത്തിന് നിൻ്റെ മേലുള്ള ശാശ്വതമായ ചില അവകാശത്തിന് വരും തലമുറയ്ക്ക് മഹനീയമായൊരു നിക്ഷേപം കൈമാറ്റം ചെയ്യാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട പിതാക്കന്മാരുടെ അവകാശമെന്ന് പറയുന്നത് സാമ്പത്തികത്തിൻ്റെ മുകളിൽ. യേശാവിൻ്റെ ഒരു കൊച്ചിൻ്റെയോ ഒരു മകൻ്റെയോ ഒരു മകളുടെയോ പേര് നിത്യതയുടെ ഒരു സ്ഥലത്തും ഇല്ലാതിരിക്കെ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിയ ഒരുവൻ്റെ തലമുറ 12 എണ്ണത്തിൻ്റെ പേര് നിത്യതയിൽ ആമേൻ കാണുന്നതാണ് വലിയതെന്ന് അറിയുന്ന ദൈവമക്കളാണ് അപ്പൻ്റെ അവകാശത്തെക്കുറിച്ച് ബോധവാനാകുന്നതെന്നാണ് ഇന്ന് പകൽ ഞാൻ പറയുന്നത്. Glory, 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 hallelujah. സ്തോത്രം. പല ആളുകളും നമുക്കറിയാം, ഈ വിശ്വാസത്തിൽ ആദ്യം പെട്ടെന്ന് വരുന്നത് സഹോദരിമാരാണ്. അപൂർവങ്ങളിൽ അപൂർവമായി ചിലയിടത്ത് സഹോദരന്മാർ വന്ന അനന്തരം സഹോദരിമാർ വന്ന ചരിത്രം ഇല്ലാതില്ല.
അപൂർവമാണ്. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ആദ്യം വിശ്വാസത്തിൽ വന്നതും കൂടുതൽ ആരായിരിക്കും? സഹോദരിമാരാണ്. ആമേൻ. അതിൻ്റെ അർത്ഥം സഹോദരന്മാർ വിശ്വാസം തീരെ ഇല്ലാത്തവരാണെന്നാണോ? സ്തോത്രം. നിങ്ങളെപ്പോലെ 100 ചോദ്യമൊന്നും പുരുഷന്മാർക്കില്ല. നിങ്ങളൊരു കാര്യം കേട്ടാൽ 100 ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലേ? എന്താ സഹോദരിമാരങ്ങനെ അല്ലേ? 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ലോകത്തിലൊരു ശാസ്ത്രജ്ഞനും ചിന്തിക്കാത്തതുവരെ എന്ത് ചെയ്യും? ചിന്തിക്കും, അല്ലേ? അങ്ങനെ അല്ലേ? പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സോഫ്റ്റാണ്. എത്ര പേർക്കറിയാം? എന്താ നിങ്ങളൊരു സന്തോഷമില്ലാതിരിക്കുക? ഇപ്പോൾ ഒരു വചനം പറഞ്ഞാലും ആദ്യം പ്രതികരിക്കുന്നത് ഇവരാണെങ്കിലും ശരിക്കും അകത്ത് കയറുന്നത് പുരുഷന്മാരുടെ ഹൃദയത്തിലാണ്. അവർ പിന്നെ പ്രതികരിക്കുന്നത് എപ്പോഴാണ്? യോഗം കഴിഞ്ഞ ശേഷമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. എൻ്റെ 29 വർഷമായിട്ട് ഞാൻ ചർച്ച് പാസ്റ്ററാണ്. എനിക്കറിയാം ആളുകൾ ഏതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ കുറേയൊക്കെ മനസ്സിലാകും. സ്തോത്രം. ഒരു കാര്യം ഇമ്മീഡിയറ്റായിട്ട് വിശ്വസിക്കുന്നതിൽ പുരുഷന്മാരുടെ അളവ് ചെറുതല്ല. പക്ഷെ വിശ്വാസം സംബന്ധമായി വരുമ്പോൾ ഒരിക്കലും ഒരു പുരുഷൻ ദൈവത്തെ ഇറങ്ങി വിശ്വസിക്കാൻ ഈ ലോകത്തിൻ്റെ ശക്തി അവനെ സമ്മതിക്കത്തില്ല. ആമേൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവൻ ആന്തരികമായി ദൈവശക്തി അനുഭവിച്ചാൽ അടുത്ത തലമുറയെ തൊട്ടാൽ ആ തലമുറയെ സാത്താൻ ഇഷ്ടത്തിന് പിടിച്ചാൽ കിട്ടില്ല എന്ന് അവനറിയാം. സ്തോത്രം. കൃപ പ്രാപിച്ച സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ തലമുറയെ കൈവച്ച് അനുഗ്രഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. സഹോദരിമാരെ അനുഗ്രഹിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഞാൻ ഇന്ന് ഓർക്കുകയായിരുന്നു, എൻ്റെ പിതാവ് ദൈവത്തെ അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരാളാണ്. എൻ്റെ പിതാവ് യേശുവിനെ നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ അപ്പൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നെങ്കിൽ, അഭിഷേകത്തിൽ എൻ്റെ അപ്പൻ ആയുഷ്കാലം മുഴുവൻ ജീവിച്ചിരുന്നെങ്കിൽ, ആ അപ്പൻ്റെ കൈ എൻ്റെ തലമേൽ ഒന്ന് വന്നാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഒന്ന് നിൽക്കേണ്ട ആളല്ലായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച ഒരു പുരുഷ സമൂഹത്തെ ദൈവശക്തിയാൽ നിറയ്ക്കേണ്ടതിന് ആഴമായ ഒരു അഭിഷേകം ഇന്ന് പകലിൽ ഇവിടെ നിന്ന് ഒഴുകാൻ ദൈവസഭ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ഒരു വിടുതലിനായി സ്തോത്രം ചെയ്യുന്നവർക്കായി, നിങ്ങളുടെ വീട്ടിലെ ആൺമക്കളുടെ വിടുതലിനായി സ്തോത്രം ചെയ്യുന്നവർക്കായി, നിങ്ങളുടെ വീട്ടിലെ ദേശത്ത് നിങ്ങളുടെ ചർച്ചക്കാരിലുള്ള ചിലര് ദൈവശക്തിയിൽ വരുന്നത് ഒരു സഹോദരിയെക്കാളും അവരുടെ ആത്മാവിന്റെ വില കൂടിയത് കൊണ്ടല്ലെന്നേ. ആണോ? ഒരിക്കലുമല്ല. ഒരു പുരുഷന്റെ ആത്മാവ് ഒരു സ്ത്രീയുടെ ആത്മാവിന്റെ വില ഈക്വലാണ്. പരിശുദ്ധ വചനം പറയുന്നു, രക്ഷയുടെ വ്യവസ്ഥ ഒന്ന്, സ്നാനത്തിന്റെ വ്യവസ്ഥ ഒന്ന്, അഭിഷേകത്തിന്റെ വ്യവസ്ഥ ഒന്ന്, നിത്യതയുടെ വ്യവസ്ഥ ഒന്ന്. സ്തോത്രം. അടുത്ത തലമുറയെ ദൈവശക്തിയിൽ കയറ്റിവിടാൻ ദൈവം അനുഗ്രഹിച്ച് നൽകിയ കൈയാണ് പുരുഷന്റെ കൈയെന്ന് അറിയാവുന്ന പിശാച് തലമുറയെ ദേശത്തിന് മേൽ വ്യാപരിക്കുന്നത്, ഒരു പുരുഷ സന്തതി വാഴാതിരിക്കാൻ വ്യാപരിക്കുന്ന ഒരു വെല്ലുവിളി. മോശ ജനിച്ചപ്പോൾ 2 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത് ഫറവോൻ അറിയാ. ഒരു തലമുറ കയറി വന്നാൽ ഇസ്രായേൽ രമസോസ് പണിയപ്പെടത്തില്ല. ഒരു തലമുറ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് അവനറിയാമായിരുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഉപവാസത്തിന്റെ വിലപ്പെട്ട ദിവസത്തിൽ അസാധാരണമായ ഒരു ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ട് ചില വീട്ടിലെ സഹോദരന്മാരുടെ മേൽ ഒരു ദൈവശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
Glory, 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 glory. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ജീവ ഹദന ഹദന ദമദദുനി. കേട്ടോ, നിങ്ങൾ നോക്കിക്കൊള്ളൂ. വേദോത്സവത്തിനകത്തൊക്കെ ഫറവോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പുരുഷന്മാർ പോയി ആരാധിച്ചേച്ചു വരട്ടെ, ഇവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഫറവോനൊരു വെളിപ്പാട് കിട്ടിയതേ, അവൻ്റെ ചിന്ത വന്നത്, ആമേൻ, ഇവരെ കൂടാതെ അവർ പൂർണ്ണരല്ല, അതുകൊണ്ട് അവർ പോയാൽ പോയ വഴിക്ക് തിരിച്ചു വരുമെന്ന് അറിയാവുന്നവർ ചേർത്ത് നിർത്തി അപ്പൻ്റെ കൈക്കൊരു ബ്ലെസ്സിങ് നൽകിയ ദൈവം പറയാ, പിതാക്കന്മാരുടെ ഒരു അവകാശം. ഇന്ന് പകലില് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ പിതാക്കന്മാരുടെ നിർഭാഗ്യവശാൽ കൈ നിങ്ങളുടെ തലമേൽ വീണ് ഈ ബ്ലെസ്സിങ് ഇല്ലാത്ത പലരും ഇതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം. വേറൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. എന്നാൽ ഒരു അഡീഷണലായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് ഇന്നലെ വരെ നിൻ്റെ കുടുംബത്തെ ഭരിച്ച ആ ദുർസ്വാധീനത്തിൻ്റെ മേൽ ഇന്ന് പകൽ കർത്താവ് ബ്രേക്ക് ഇടാൻ. കാലങ്ങൾക്ക് മുമ്പ് കൈമോശം വന്ന ചില പിതാക്കന്മാരുടെ അവകാശം വാഗ്ദത്തം സംബന്ധമായി ദൈവം നിന്റെ കയ്യിൽ മടക്കി തന്ന് ദൈവം ഒരു പുതിയ സിസ്റ്റം നിന്റെ ജീവിതത്തിൻ്റെ മേൽ നെയ്തെടുക്കാൻ ദൈവം വച്ച മഹനീയമായ ദിനങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. സഭ ഒന്നിച്ചു സ്തോത്രം ചെയ്യട്ടെ. ആണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട പിതാക്കന്മാരുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പിതാക്കന്മാരുടെ അവകാശം എവിടെയൊക്കെയോ കിടപ്പുണ്ട്, അത് നിന്റെ കയ്യിൽ വരാതിരിക്കാൻ മനഃപൂർവമായി ശത്രു കെട്ടിയ ചില വേലികൾ ഇന്ന് പകലിൽ ദൈവാത്മാവ് പൊളിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്തത്താൽ ജയമെടുക്കും. സ്തോത്രം. ഏത് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കൂ. ഈ പുസ്തകവും നിങ്ങളുടെ ജീവിതവും ഒരു രണ്ട് സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ മാറി നിന്ന് വീക്ഷിച്ചു നോക്കൂ. ദൈവം ദത്തമെന്ന് ബോധ്യമാകുന്നതിനോടുള്ള ഫൈറ്റിങ് മറുസൈഡിനുണ്ടായിരിക്കില്ല, ഒരിടത്തും ഉണ്ടാവില്ല. സ്തോത്രം. വേറെ ഒരു വ്യക്തി പറയാണ്, പിശാചിനോട് പറയാ, നീ എന്നെ എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞു, വേണ്ട കുഞ്ഞെ, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് അവകാശമുള്ളവനെ മതി. സ്തോത്രം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിനകത്ത് അവകാശിയോടുള്ള വെല്ലുവിളി നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമുക്ക് വരാം. സ്തോത്രം. ഒരു യജമാൻ, ഒരു മനുഷ്യൻ, ഒരു സമ്പന്നൻ ആളെന്നാ ഇതെന്നറിയോ, വേറൊരു ദേശത്തേക്ക് പോവുക, വേറൊരു രാജ്യത്ത് പോവുക. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം കുടിയാന്മാരെ ഏൽപ്പിച്ചു. നമ്മൾ ഇന്നത്തെ പോലെ കുറച്ച് ആളുകളെ ഏൽപ്പിച്ചിട്ട് അത് കൃഷി ചെയ്യാനും അതിൻ്റെ ഫലം
വരുമ്പോൾ ആ യജമാന് കൊടുക്കാനുമായിട്ട് ജോലിക്കാരെ ആക്കി. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒരാളെ അയച്ചു. എന്തിനാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ അവകാശത്തെക്കുറിച്ചൊന്ന് കണക്കൊക്കെ എടുത്ത് തിരിച്ചു പോയി ഈ അതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ ടാലി ചെയ്ത് ആമേൻ ലാഭവിഹിതം യജമാനൻ്റെ അടുക്ക കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ എക്കണോമിക്സ് പഠിച്ചവരെ അയച്ചത്. ആമേൻ വന്നവരെല്ലാം ഈ കുടിയാന്മാർ ഉപദ്രവിച്ചിട്ട് വിട്ടു. ഒരു കൂട്ടരെ അടിച്ചു, ഒരു കൂട്ടരെ ഉപദ്രവിച്ചു, ഒരു കൂട്ടരെ കൊന്നുകളഞ്ഞു. അപ്പൻ ആ യജമാനൻ ചിന്തിച്ചു, എൻ്റെ മകനെ ഞാൻ അയക്കും, എൻ്റെ മകനെ ഞാൻ എന്ത് ചെയ്യും അയക്കാം. അത് കാരണം അപ്പൻ പറഞ്ഞു അവനാണ് അവകാശി. അവകാശിയെ കാണുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഭയപ്പെട്ടിട്ട് എൻ്റെ സ്വത്ത് എൻ്റെ മകന് ഹാൻഡ് ഓവർ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഈ അപ്പൻ മകനെ അയച്ചു. മകനെ ദൂരെ വച്ച് കണ്ടു കേട്ടോ. അവകാശി നീയാണെങ്കിൽ നിന്നെ ദൂരെ വച്ച് കാണാൻ ചിലർക്ക്. ചിലർ എത്ര അടുത്ത് വന്നാലും കാണാൻ മേല. കാര്യം എന്താ? അവകാശിയല്ല. അവകാശി ദൂരെ നിൽക്കുമ്പോൾ തന്നെ അവകാശിയെ നോക്കിയ ഇവർ പറയുക അവൻ അവകാശി, അവൻ വരട്ടെ, അവനെ കൊന്നാൽ അവകാശം നമുക്കിരിക്കും. അവനെ കൊന്നാൽ അവകാശം ആർക്കിരിക്കും? നമുക്ക് ഇരിക്കും. അവരങ്ങനെ തന്നെ ചെയ്തു അല്ലേ? അവകാശി വെറുതെ വിട്ടില്ല. അവകാശി ഒരു തല്ലുകൊടുത്ത് വിട്ടില്ല. അവകാശിയെ 2 മുറിവ് ശരീരത്തിൽ നൽകി വേണമെങ്കിൽ വിടാമായിരുന്നു. വിട്ടില്ല. വിട്ടോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവൻ അവകാശി എന്ന ഒറ്റ പേരിൽ ഇവൻ്റെ ജീവനെങ്കിലും തിരിച്ചു കൊടുക്കരുതോ? കൊടുക്കരുതോ? എന്തുകൊണ്ട് അവൻ്റെ ജീവൻ എടുത്തെന്നറിയോ? ഇവൻ ജീവിച്ചിരുന്നാൽ അവകാശം ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ കയ്യിൽ ചെന്ന് ചേരുമെന്ന് അറിയാവുന്ന കുടിയാന്മാർ അവകാശിയെ കൊന്നുകളഞ്ഞു. എന്താ നിന്റെ ജീവനോട് ഇത്ര പോരാട്ടമെന്ന് നിങ്ങൾക്കറിയോ? സ്തോത്രം പറയാവോ? ഗ്ലോറി 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 ഗ്ലോറി. എല്ലാവരും പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. എന്താ മറ്റുള്ള കുടുംബത്തിനില്ലാത്ത പോരാട്ടം നിന്റെ കുടുംബത്തോട്? നീ എന്നാ ചെയ്തേ? ഇത്രയും വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് വരാൻ നിങ്ങൾ എന്നാ തെറ്റ് ചെയ്തു? നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങളോട് ഇത്ര എതിർപ്പ് ഒരാളെ കാര്യം എന്താ? നിങ്ങൾ ബിവറേജ് കോർപ്പറേഷന്റെ ക്യൂവിൽ നിൽക്കാത്തോണ്ടാണോ? അല്ലല്ലോ, നിൽക്കുന്നില്ലെന്നുള്ള സത്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടുത്തെ ഏറ്റവും വലിയ ജുവലറിയുടെ പരസ്യത്തിന് നിങ്ങളെ കിട്ടത്തില്ലെന്നും അറിയാം അവർക്ക്. പക്ഷേ അതുമല്ലല്ലോ വിഷയം. ഇരുട്ടിന്റെ ആധിപത്യത്തിന് അറിയാൻ നീ തീർന്നാൽ, അവകാശി തീർന്നാൽ അവകാശം എനിക്കിരിക്കുമെന്ന് അറിയാവുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ നിന്റെ കുടുംബത്തെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ കുടുംബത്തെ ടാർഗറ്റ് ചെയ്ത ദുരാത്മാവിന്റെ മേൽ ഓ രക്തം ജയം കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അകത്തറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവകാശിയോടുള്ള വെല്ലുവിളി ചെറുതല്ല. അതുകൊണ്ടാണ് അപ്പൻ തീരുമാനിച്ചു, ഞാൻ നേരിട്ട് പോകും, പോയിട്ട് എൻ്റെ അവകാശം ഞാൻ തിരിച്ചു വാങ്ങും.
അവിടെ വേദപുസ്തകത്തിൽ പറയുന്നു അവരെ വല്ലാതെ നിഗ്രഹിച്ച് കളഞ്ഞെന്ന. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരിക്കലും അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത നിലയിൽ ആമേൻ അവരെ ആക്കിക്കളഞ്ഞു. അവകാശം തിരിച്ചു പിടിക്കാൻ എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? അതുകൊണ്ട് നിൻ്റെ അവകാശത്തിൻ്റെ അളവറിഞ്ഞ് ഇരുട്ടിൻ്റെ അധികാരൻ്റെ അളവറിഞ്ഞു കഴിഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഇന്ന് പകലെ ആത്മാവിൻ്റെ ആ വലിയ ദൈവപ്രവർത്തിക്കകത്ത് നിൻ്റെ അവകാശത്തെ നിർത്തുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ അവകാശം പിതാക്കന്മാരുടെ അവകാശമെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ പിതാക്കന്മാരുടെ അവകാശം ചെറിയ അവകാശമല്ല. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. വായിക്കാൻ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം. ഇസ്രായേല്യനായ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തിരികെ തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും ഞാൻ തിരികെ തരികയില്ലെന്നല്ല, ഞാൻ നിനക്ക് തരികയില്ല. കണ്ടോ? ഒരു മനുഷ്യൻ പിതാക്കന്മാരുടെ അവകാശത്തെക്കുറിച്ച് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു. എന്തോ ഡിസിഷനാ? ഞാൻ നിനക്ക് തരത്തില്ല. ഇത്രയും ഹൈ ഓഫറൊക്കെ കിട്ടിയാൽ ആരാ കൊടുക്കാതെ? അല്ലേ? നമുക്ക് ഓഫർ കിട്ടാത്തോണ്ടാ. സ്തോത്രം പറയാമോ? നമുക്ക് സാമാന്യം ഭേദപ്പെട്ട ഓഫർ കിട്ടിയാൽ നമ്മളെന്തോ കളയുന്നേ. പക്ഷെ കളയാത്തവരും ഇതിനകത്തുള്ളതോർത്ത് സ്തോത്രം ചെയ്യുക. അതാ ഈ ദൈവസഭയുടെ മൂല്യച്യുതി നടക്കുമ്പോഴും സഭയെ ദൈവം യശസ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ആമേൻ. ലോകത്തിൽ എന്തിനേക്കാൾ വലുതാണ് ദൈവമാണെന്ന് അറിയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. എണ്ണം കുറവായിരിക്കാം, ആമേൻ, പക്ഷെ അത് ഉള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. നമുക്കറിയാം ഈ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും കരുത്തനായ രാജാവായിരുന്നു ആമേൻ ആഹാബ്. അല്ലേ? നിങ്ങളെന്തുവാ ആഹാബിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നേ? ഭയങ്കര മനുഷ്യനായ ആൾ, ഭയങ്കര ബുദ്ധിജീവിയാണ്, ഭയങ്കര ബുദ്ധിജീവിയാണ്. ഇസ്രായേലിലെ രാജാക്കന്മാരിൽ വലിയ ആത്മീയരുണ്ടായിരുന്നു. ദാവീദ് പോലെയുള്ള ആളുകൾ. അല്ലേ? ഇസ്രായേലിൻ്റെ 5 ഉണർവ് കാലഘട്ടങ്ങൾ നിങ്ങൾക്കറിയാം. അതിലൊന്ന് ദാവീദിൻ്റെ കാലത്താണ് നടന്നത്. ഭയങ്കര ഉണർവ് നടന്നു. ആമേൻ. ആ ദാവീദിൻ്റെ കാലത്തിന് മുമ്പ് ശൗല് സാധാരണക്കാരനല്ലായിരുന്നു. തോൾ മുതൽ പൊക്കമുള്ള ആളെന്നാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത്. ആളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? തോള് മുതൽ സുമുഖനായ ആൾ. എവിടെ ചെന്ന് നിന്നാൽ ആളെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതേ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന നിലയിൽ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നതിൽ ഭയങ്കര പാട്ടുകാരൻ, എവിടെ ചെന്ന് നിന്നാലും അവൻ്റെ പാട്ട് അറിയാൻ പറ്റും. അല്ലേ? നല്ല ഭയങ്കര പ്രസംഗി. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ വേറൊരാൾ, ഒരു കൂട്ടത്തിൽ നിന്ന് ആളെ മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റുന്നൊരാൾ. സ്തോത്രം. അകത്ത് അഭിഷേകം ഇല്ലെങ്കിലും ഇസ്രായേലിനെ ദീർഘവർഷം ഭരിച്ചില്ലേ? എന്താ കാര്യം? വീരന്മാരെ ശൂരന്മാരെ കണ്ട് ഇയാൾക്കില്ലെങ്കിൽ എന്ത് ആർക്കുണ്ടോ അവരെ കൂടെ നിർത്തും. എന്തോ നമ്മൾക്കറിയത്തില്ലയോ? അത്രയ്ക്ക് നമ്മൾ പറയത്തില്ല അക്കാഡമിക്കൽ ലീഡർഷിപ്പ്. അഭിഷേകമൊന്നുമില്ല, അക്കാഡമിക്കൽ ലീഡർഷിപ്പ്. സ്തോത്രം. ആമേൻ. എന്താ നിങ്ങളൊരു സന്തോഷമില്ലാത്ത പോലെ? നമ്മൾ ശൗലിനെ അഭിഷേകമില്ലാത്ത ആളായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നോക്കണം, ഇസ്രായേലിനെ ഇതുപോലെ ഡിസൈൻ ചെയ്ത ഒരാൾ വേറെ ഇല്ല. ഉണ്ടോ? ശൗല് രാജാവാകുമ്പോൾ ആകെ ഇസ്രായേലിലുള്ള 2 വാളാണ്. 2 വാള്. 1 ശൗലിനും 2 യോനാഥാനും. 2 വാളേ ഉണ്ടായിരുന്നു. ആദ്യം ശൗല് രാജാവായപ്പോൾ 3000 ആളുകളെ സെലക്ട് ചെയ്ത് ആദ്യത്തെ സൈന്യം ഉണ്ടാക്കിയതാരാ? ശൗല. 2 വാളും വെച്ചോട്ട് 3000 പേർക്ക് വല്ലതും നടക്കുമോ? എന്നിട്ടും മാൻപവർ.
ഭയങ്കര കപ്പാസിറ്റിയാണ്. സ്തോത്രം. ആമേൻ. നമ്മളൊക്കെ പണ്ട് ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും പട്ടി നമുക്ക് നേരെ വരും, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും പോക്കറ്റ് കൈയിട്ടേച്ച് ഇങ്ങനെ കാണിച്ചാൽ മതി, അത് ഓടുന്ന പോലെ. കയ്യിൽ ഇതൊന്നുമില്ല, 2 വാളേ ഉള്ളൂ. ഒന്നാര കയ്യിൽ? ശൗലിൻ്റെ കയ്യിൽ. വേറെ ഒന്ന് യോനാഥാൻ. ആരാ? ശൗലിൻ്റെ മകൻ. ശൗല് രാജാവുമ്പോൾ ആളിന് എത്ര വയസ്സാണ്? 30 വയസ്സ്. അപ്പോൾ യോനാഥാനെ അവിടുത്തെ സൈനാധിപനാക്കണമെങ്കിൽ യോനാഥാൻ എത്ര വയസ്സുണ്ടാവും? അപ്പന് 30 വയസ്സ്, മകൻ എത്ര വരും? പഠിച്ചോ? എന്തുവാ, എത്ര വരും? അപ്പന് 30 വയസ്സ്. തെളിഞ്ഞില്ല. അപ്പന് 30 വയസ്സേ ഉള്ളൂ, മകൻ എത്ര വയസ്സ് വരും? ഒരു 12 വയസ്സുണ്ടാവും അല്ലേ? ഒരു 12കാരനെ ഇസ്രായേലിൻ്റെ സൈനാധിപനാക്കണമെങ്കിൽ സ്ഥിതി എന്താ? പക്ഷെ യോനാഥാൻ ഭയങ്കരമാണ്. 12 വയസ്സുകാരൻ്റെ പവറൊന്നുമല്ല. ദൈവജനം പറയുന്നു, ബസേസും സസ്രയും ആമയെ തത്തിപ്പിടിച്ച് കയറി ശത്രുപാളയത്തിൽ അപകടമുണ്ടാക്കി തിരിച്ചു വന്നവനാ. ഓ, അപ്പോൾ അങ്ങനെയുള്ള ശൗല് ഇസ്രായേലിൻ്റെ ഭയങ്കര രാജാവാണ്. ഇന്ന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം അവരുടേതാണ് അല്ലെ? ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ആരെയാ? അവരെയാ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആമേ രഹസ്യമായ ആമേൻ ഏത് അറ്റാക്ക് നടത്താൻ ലോകത്തിൽ ഏറ്റവും സുശക്തരായ ആളുകൾ അവരാ. സ്തോത്രം. ശൗൽ അന്നും വഴിമരുന്നിട്ടത് ഇന്നും ഇസ്രായേൽ സൈന്യത്തിനകത്ത് കാണാം. അപ്പൊ ആള് നിസാരക്കാരനൊന്നുമല്ല. എന്നാൽ അയാളെക്കാളും വളരെ ക്രൂക്കഡ് മൈൻഡുള്ള ഒരുത്തനായിരുന്നു ഈ ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ ഈ വായിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് 21-ാം അധ്യായത്തിൽ കാണുന്ന ഒരാള് ആഹാബ്. പ്രൈസ് ദി ലോർഡ്. ആഹാബ് കുറേ നമ്മൾ പറയത്തില്ലേ, ഈ ചിലർ ആത്മീയരായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക്, ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പിള്ളേരുടെ ക്യാമ്പിലൊക്കെ ചില വലിയ തലക്കനമുള്ള ഇരുത്തം വന്ന സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആത്മീയം മാത്രം പോരാ, കുറച്ച് സാമൂഹികമായ കുറേ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ എന്തോ വേണം. ഇന്നങ്ങനെ ഒരു ടീച്ചിങ് തന്നെ ഉണ്ട്, തെറ്റല്ല, ഞാൻ അതിനു വേണ്ടി വന്നതുമല്ല. സ്തോത്രം. നമ്മൾ പറയത്തില്ലേ, പേഴ്സണാലിറ്റി ഡെവലപ്പിങ്ങും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊണ്ടുപോകണം. ആത്മീയം മാത്രം പോരാ, എല്ലാ ഞായറാഴ്ചയും യേശുവെ എന്ന് വിളിച്ചാൽ മാത്രം പോരാ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നു. അതിൻ്റെ ഒരു വ്യക്താവായിരുന്നു ഈ മനുഷ്യൻ. അദ്ദേഹം വിവാഹം കഴിച്ചത് എവിടെയാണെന്നറിയാമോ? ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പിള്ളേരുള്ള ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? അടുത്ത അയൽ രാജ്യത്തിലെ രാജാവിൻ്റെ മകൾ ഇസബയലിനെ വിവാഹം കഴിക്കാനുള്ള റീസൺ എന്താണെന്നറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ. 12 ഗോത്രത്തിൻ്റെ രാജാവായ ശാമേൽ ഈ മനുഷ്യൻ 36 ഗോത്രമുള്ള തൊട്ടടുത്ത രാജ്യത്തിലെ അവിടെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ 36 ഗോത്രങ്ങൾ കൂടെ എൻ്റെ രാജ്യത്തിൻ്റെ അണ്ടറിൽ വരുമെന്ന് ചിന്തിച്ച ഭയങ്കര മനുഷ്യൻ. സ്തോത്രം. എന്നിട്ടും ഈസബേലിനെ അല്ലാതെ ആ രാജ്യത്ത് നിന്ന് ഒരു നയാ പൈസ അവന് കൊടുത്തില്ല. ഇവനേക്കാൾ മിടുക്കനായിരുന്നു അവൻ. അത് വേറെ വിഷയം. എല്ലാ സൗകര്യമുള്ള മനുഷ്യൻ, ഞാൻ ചോദിക്കുന്നത്, തൻ്റെ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തുള്ള ഈ കൊച്ചു മുന്തിരിത്തോട്ടം ഒരു മനുഷ്യൻ തൻ്റെ പിതാക്കന്മാരിലൂടെ ജന്മസിദ്ധമായി കിട്ടിയ ഒരു ചെറിയ തോട്ടത്തിൽ എല്ലാ രാവിലെയും എല്ലാ വൈകിട്ടും വന്ന് നനയ്ക്കേണ്ട സമയത്ത് നനച്ചും, വള്ളിത്തല മുറിക്കേണ്ട സമയത്ത് വള്ളിത്തല മുറിച്ചും, കിളയ്ക്കേണ്ട സമയത്ത് കിളച്ചും, കല്ലുപറുക്കി കളയേണ്ട സമയത്ത് കല്ലുപറുക്കി കളഞ്ഞും ചെയ്യാനും ചെലുത്താനും ഉള്ളത് എൻ്റെ കുടുംബം മുഴുവൻ പുലർത്തപ്പെടുമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പിതാക്കന്മാർ തന്ന സൗന്ദര്യമുള്ള ഒരു തോട്ടത്തെ അങ്ങനെ നിർത്താൻ ശ്രമിച്ച ഒരു മനുഷ്യനോട് ഒരു ദിവസം രാവിലെ ഈ മനുഷ്യൻ ചോദിക്കുക, ആഹാബ് ചോദിക്കുന്നു, ഈ തോട്ടം എനിക്ക് വേണം. ഇസ്രായേലിന് മുന്തിരിത്തോട്ടം അവരുടെ സാമ്പത്തിക ഭദ്രത മാത്രമായിരുന്നില്ല കേട്ടോ, അവരുടെ കുടുംബത്തിന്റെ മഹിമയും കൊണ്ട് ഈ തോട്ടത്തെ സമ്പുഷ്ടമാക്കി.
എല്ലാം നിനക്ക് ഇന്ന് പകൽ എനിക്കറിയാം, എല്ലാം നിനക്ക് ഉപജീവനമല്ല. നിന്റെ ജീവിതത്തെ നിർത്തുന്ന വേറെ ചില മേഖലകളുണ്ട്. അതിലൊന്നാണ് ദൈവം തന്ന തോട്ടം. സ്തോത്രം ചെയ്യാമോ? അത് ഉപജീവന മാർഗമാക്കിയവരെല്ലാം ദൈവം പണി കൊടുത്തിട്ടുണ്ടെന്നേ. അത് ഉപജീവന മാർഗമാക്കിയവരെല്ലാം ദൈവം തൊട്ടിട്ടുണ്ട്. അത് ഉപജീവന മാർഗമല്ല, അത് പിതാക്കന്മാർ നിന്നെ വെച്ച് തന്ന ഒരു അവകാശമാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചിന്തിക്കൂ, അയാൾ എന്നാ ചെയ്തത്? ആള് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിനക്ക് പകരം ഞാൻ നിനക്ക് നീ വെറുതെ തന്നേച്ച് പോണ്ട കേട്ടോ കുഞ്ഞെ, ഞാൻ നിനക്ക് പകരം തോട്ടം തരാം. പകരം തോട്ടം തരാം. നീ ചോദിച്ചാൽ മതി എത്ര ഏക്കറാണോ നീ പറ. ഇവിടെ ആ പഠിച്ചതല്ലേ ഉള്ളൂ, അത് നീ എനിക്കിതാ. പകരം ഞാൻ നിനക്ക് വലിയ തോട്ടം തരാം, അതിൻ്റെ പണം തരാം. സ്തോത്രം. ഇതെനിക്ക് തരിക. കാരണം എനിക്ക് ഈ മുന്തിരിത്തോട്ടം കാണുന്നതൊരു സുഖകരമായ കാര്യമല്ല. അതൊരു ഒരു താൽക്കാലിക കൃഷിയല്ല, ഇത് സ്ഥിര കൃഷിയാണ്. ഇടയ്ക്ക് വെച്ച് വേറെ ഒന്ന് ചെയ്യാൻ പറ്റാത്തതാണ് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകത. മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാവരും പഠിച്ചോ ഇന്ന് പകൽ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഒറ്റ പ്രത്യേകത, റബ്ബർ തോട്ടത്തിൽ വേറെ ഒന്ന് നടാം, റബ്ബർ തോട്ടത്തിനകത്ത് വേറെ ഒരു കൃഷി ചെയ്യാം. ലോകത്തിലെ ഏത് കൃഷിയുടെ ഇടയിലും വേറെ ഒന്ന് ചെയ്യാം. പക്ഷേ മുന്തിരിത്തോട്ടത്തിന്റെ ഇടയിൽ വേറെ ഒന്ന് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്നറിയാം? ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേ. മാസത്തിൽ ഒരു വർഷത്തിൽ 2 മാസത്തേക്ക് ഇടകൃഷി ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല ഇതിനകത്ത്. ദൈവകൃപ എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. വേറെ ഏത് കൃഷിയുടെ ഇടയ്ക്ക്, നെൽകൃഷിയാണെങ്കിലും കുറച്ചു കാലം വയൽ വെറുതെ കിടക്കും, വേറെ ഒന്നും ചെയ്യാം. ഗോതമ്പാണേലും ഒരു പരിമിതി കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ വേറൊരു കൃഷി ഇടയ്ക്ക് ചെയ്യാം. സ്തോത്രം. ഇടയ്ക്ക് വേറെ ഒന്ന് ചെയ്യാൻ പറ്റാത്ത കൃഷിയാണ് മുന്തിരിത്തോട്ടം. അതിനകത്ത് വേറെ ഒന്ന് വരാൻ പാടില്ല, വേറെ ഒരു തൈ നിൽക്കാൻ പാടില്ല. കാരണം അതിന് പ്രകാശം കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? മുന്തിരിത്തോട്ടത്തിന് അതിൻ്റെതായ ഒരു ശൈലിയോടൊരു തട്ടുണ്ട്. ആ തട്ടിനടിയിൽ വേറെ ഒന്ന് വളരത്തില്ല. ഇന്നു പകല് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത് എവിടെയൊക്കെയോ ചില ഇടവിള വളർന്നിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വെട്ടുകയാണ് ഇന്ന് രാവിലെ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. വിടുതൽ, 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 വിടുതൽ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ എടുക്കുന്നു. കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം. Praise the Lord. മുന്തിരിയുടെ പ്രത്യേകത, 3 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഉള്ളതിൽ ഒരെണ്ണം, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കൃഷി പറ്റത്തില്ല. അതുകൊണ്ട് ഇയാൾ ചോദിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് ആ തോട്ടം തരിക, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നട്ടുരാമി നീ നിർത്തിയിരിക്കുന്ന തൂണെല്ലാം ഞാൻ ഇളക്കിക്കളയാം, തട്ട് തനിയെ വീണോളും. മുന്തിരിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, എന്നാന്നറിയാമോ? ആമേൻ, ദൈവത്തിന് സ്തോത്രം. സെൽഫായിട്ട് നിൽക്കാൻ അതിന് പറ്റില്ല, അതിന് സ്വയമായി നിൽക്കാൻ പറ്റില്ല. ഒരാമേൻ പറയാമോ? അതിൻ്റെ പേരാ മുന്തിരി. ഈ തട്ടുകൊണ്ട് നീ നിൽക്കുന്നതല്ല, മറിച്ച് നിന്നോട് ചേർന്നൊരു തൂണ് നിപ്പുണ്ട്, അത് നിന്നേക്കാൾ ബലമുള്ളതാ. ഇന്ന് പകൽ നീ എന്തിനാ നിൽക്കുന്നേ? നീ എങ്ങനാ നിൽക്കുന്നത്? സാത്താൻ ചോദിച്ചു, നീ എങ്ങനാ നിൽക്കുന്നേ? പാസ്റ്റർ, നീയാൾ എങ്ങനാ നിൽക്കുന്നേ? ഓ, ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നത്, ആമേ, എൻ്റെ ബലം കൊണ്ടല്ല, എനിക്ക് അടുത്തൊരു തൂണുണ്ടെന്നേ. അത് ഒരു കൽത്തൂണാണ്. ഈ കൽത്തൂണി പിടിച്ചു കയറിയത് കൊണ്ടാണ് ഞാനൊരു തട്ടി നിൽക്കുന്നത്.
പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ ആശ്രയം പിഴുതുകളയാൻ, നിന്റെ അഭിഷേകത്തെ പിഴുതെറിയാൻ ശത്രു കൈനീട്ടിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആ ബന്ധനത്തെ ദൈവാത്മ പൊട്ടിക്കട്ടെ. ഈ വിലപ്പെട്ട പകലിൽ ദൈവത്തിന്റെ ആത്മാവ് തൊടുകയാല് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ബോധ്യമുള്ളവർ ആമേൻ പറഞ്ഞു. ആമേൻ. ആദ്യം നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ അവൻ കയറിയിട്ട് ആദ്യം ചെയ്യാൻ അവൻ്റെ പദ്ധതി, എനിക്ക് ആ തൂണിളക്കി കളയണം. നിന്റെ ആശ്രയത്തെ അവനോട് ആമേൻ വാദിക്കുകയാണ്. നിന്റെ തലമുറയല്ല നിന്റെ ആശ്രയം, നിന്റെ ഭർത്താവല്ല നിന്റെ ആശ്രയം. ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽ ആകാശമേഘങ്ങളെ കീറി ഈ രാവിലെ ഹോളിനകത്ത് വന്നിട്ടുണ്ട്. അവനിവിടെ അപൂർവ കാഴ്ചയല്ല. അവൻ നിങ്ങളുടെ പ്രാർത്ഥന ഇറങ്ങി വന്നവൻ തന്നെയാ. അവൻ നിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവൻ തന്നെയാ. യേശുവിന്റെ നാമത്തിൽ അവൻ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് വന്നവനല്ല. ഉലക സ്ഥാപനം മുമ്പ് ഇതാ നിനക്ക് വേണ്ടി ഒരാശ്രയം. ഓ, അത് 4 അടി അപ്പുറത്തല്ല. നീ എന്ന വ്യക്തിത്വത്തോട് ചേർന്ന് നിന്റെ ജീവിതത്തോട് ചേർന്നവൻ നിൽക്കുകയാ. Glory, 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 glory. Jesus. കരമേർത്തി സ്തോത്രം ചെയ്യാം. മുന്തിരി പിഴാൻ എളുപ്പമാ. അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയോ? അവൻ പറഞ്ഞു, ഞാൻ അതിനെ വെറുതെ ഇട്ടക്കത്തില്ല, ചീരത്തോട്ടമാക്കാം. കാണാൻ ഞാൻ അതിനെ മോടി പിടിപ്പിച്ചു തരാം. ഇപ്പോൾ നിന്റെ തോട്ടം കാണണമെങ്കിൽ ഒരു പരിധിക്ക് മുകളിൽ ചെന്നാലേ നിന്റെ തോട്ടത്തിൻ്റെ ഭംഗി അറിയാൻ പറ്റൂ. ഞാൻ ആക്കാൻ പോകുന്ന ഭംഗി നിൽക്കുന്നവന് നിലത്ത് നോക്കി കാണാൻ പറ്റുന്നൊരു ഭംഗിയാക്കി ഞാൻ തരാം. നീ 3 മാസം കഴിഞ്ഞ് വാ, ഈ തോട്ടത്തിൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. നീ വാ. 3 മാസം കഴിഞ്ഞ് നീ ഈ തോട്ടത്തിൽ വരുമ്പോൾ നിന്നെ ഈ തൂണും കൊണ്ട് ഒരു അലങ്കോലമായ ഒരു സംവിധാനത്തിനപ്പുറം എല്ലാം ഒരേ കളറുള്ള ഒരു മഹനീയമായ തോട്ടമാക്കി തരാൻ ഞാൻ. പക്ഷെ 4 മാസം കഴിഞ്ഞ് വരരുത്, 3 മാസത്തിനിടയ്ക്ക് വന്നോണം. എന്താ 4 മാസം കഴിഞ്ഞ് വന്നാ ചീരയല്ലേ, അത് 4 മാസം നിൽക്കത്തില്ല. എനിക്ക് വേണ്ടത് സ്ഥിരമായ കൃഷിയല്ല. എനിക്ക് വേണ്ടത് താൽക്കാലികമായ ഒരു കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഒന്നാക്കണം. സ്തോത്രം, സ്തോത്രം. ഇതാര് വേണേലും കൊടുക്കാൻ താല്പര്യപ്പെടുമ്പോഴേ നാബോത്ത് എന്ന ഭക്തൻ പറഞ്ഞ വാക്ക്, എൻ്റെ പിതാക്കന്മാരിലൂടെ എനിക്ക് ലഭിച്ച അവകാശം ഞാൻ നിനക്ക് തരില്ലെന്ന് മാത്രമല്ല, എൻ്റെ ദൈവം അതിന് സമ്മതിക്കാതെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കുക. എനിക്കറിയത്തില്ല ഇത് എത്രാമത്തെ ദിവസമാണ്. 3-ാം ദിവസമാണ്. 3-ാം ദിവസമാണല്ലേ? 2-ാം ദിവസം. ഗുഡ്. 4 ഓക്കെ, ആയിക്കോട്ടെ. ഇന്നത്തെ ദിവസം നിൻ്റെ അകത്ത് ആത്മാവ് തെളിവായി പറയുന്നു, നിൻ്റെ അവകാശത്തിൻ്റെ ആശ്രയത്തിന് നേരെ, നിൻ്റെ പിതാക്കന്മാരുടെ അവകാശത്തിന് നേരെ കണ്ണുവെച്ചത് സാധാരണക്കാരനല്ല. Glory to Jesus. അവൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്. അവൻ വലിയ ബുദ്ധിജീവിയാണ്. സ്തോത്രം. പ്രാപിക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. സ്വോത്ര 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 സ്വോത്രം. കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം. ജീസസ്. അപ്പൊ പിതാക്കന്മാരുടെ അവകാശമാണെന്ന് ഈ നാബോത്ത് പറയുമ്പോൾ സ്തോത്രം. ശരിക്ക് നിങ്ങൾക്കറിയോ, രാജാവിന് വേണമെങ്കിൽ
ഈ നാബോത്തിൻ്റെ അനുമതി കൂടാതെ ഇതെടുക്കാം, ഇല്ലേ? എടുക്കാം. നാബോത്തിൻ്റെ അനുമതി വേണോ? വേണ്ട. ഇന്ന് നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ, നിങ്ങൾ താമസിക്കുന്ന വീട് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഗവൺമെൻറ്റിന് എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. നിങ്ങൾ തന്നെ സമ്മതിച്ച് നിങ്ങൾ ആ പ്രമാണത്തിൻ്റെ അടിയിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. പണ്ടാര പാട്ടമാണ്, ഞാൻ വർഷാവർഷം ടാക്സ് തന്ന് അത് ജീവിച്ചോളാം എന്ന് നിങ്ങൾ തന്നെ ഗവൺമെൻറ്റിന് സത്യവാങ്ങ് കൊടുത്തിരിക്കുന്നിടത്ത് നിന്ന് ഇന്നും നിങ്ങൾ മാറ്റാൻ പറ്റാതിരിക്കുന്ന സാധ്യതകളില്ല എന്നിരിക്കെ, രാജാവിന് ഈസിയാണെന്നിരിക്കെ, രാജാവിനെ അന്ന് രാത്രി വീട്ടിൽ ചെന്ന് കിടുങ്ങി വിറച്ച് കിടക്കാൻ പ്രാപ്തമാക്കിയത് എന്നാന്നറിയാമോ? നാബോത്ത് എന്ന ഭക്തൻ്റെ ക്ഷയിക്കുന്ന മുഖമല്ല, മറിച്ച് അവൻ്റെ അവകാശം പിതാക്കന്മാരുടെ അവകാശമായതുകൊണ്ട് അവൻ തരാതെ എനിക്ക് കയറാൻ പറ്റത്തില്ലെന്നുള്ള അറിവ്. സ്തോത്രം ചെയ്യാം. എല്ലാവരും ആമേൻ പറഞ്ഞോ. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നത് നിന്റെ അനുമതി ഇല്ലാതെ ഇരുട്ടിന്റെ അധികാരത്തിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അതാണ് ദൈവത്തിന്റെ സഭ എന്നോർക്ക്. യേശുവിന്റെ നാമത്തിൽ ജയം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അറുകപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുകപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. സ്തോത്രം. ഇവനെ പേടിപ്പിച്ചത് എന്നാന്നറിയോ? ആഹാബിനെ ഭയപ്പെടുത്തിയത് നാബോത്തിന്റെ വാക്ക്. ഇത് എൻ്റെതല്ല, എൻ്റെതാണെങ്കിൽ തരായിരുന്നു. സ്തോത്രം. നിനക്ക് എടുക്കാനും പറ്റില്ല. എൻ്റെ യഹോവയായ ദൈവം എന്നെ നിനക്ക് തരാൻ സമ്മതിക്കാതിരിക്കട്ടെ. സ്തോത്രം. ദൈവത്തെ പോലും അദ്ദേഹം ചേർത്ത് പിടിച്ചു പറ, ദൈവം പറയാതിരിക്കട്ടെ എന്ന്. സ്തോത്രം. വീട്ടിൽ ചെന്നപ്പോൾ ആഹാബിൻ്റെ ഭാര്യ, സ്തോത്രം, ആരാ പേരെന്നാ? സ്തോത്രം. അവൾ പറഞ്ഞു, അച്ഛാൻ പേടിക്കണ്ട, ഞാൻ ഏറ്റു. സ്തോത്രം. ഹല്ലേലൂയ. അവൾ എന്നാ ചെയ്തെന്നറിയോ? അവകാശം പിടിക്കാൻ നാബോത്തിനെ ഒരു മഹായോഗത്തിൻ്റെ ഫ്രണ്ടിലിരുത്തി സാക്ഷികളെ കൊണ്ട് അവനെതിരെ തിരിച്ച്, കേട്ടോ, വലിയ പ്ലാനാണ് നിൻ്റെ മിനിസ്ട്രിക്കെതിരെ, കേട്ടോ. സാക്ഷികളെ നിർത്തി ഉടാരവാ. എനിക്കറിയത്തില്ല, കർത്താവ് ചിലരെ തൊടുകയാണ് ഇന്ന് രാവിലെ. നീ ഒരു പരിധിക്കപ്പുറം നീ കയറാതിരിക്കാൻ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തന്മാരോട് ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. ഒരു പരിധിക്കപ്പുറം നിന്നെ കയറാൻ സമ്മതിക്കാതെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്നെ വലം വച്ചിരിക്കുന്ന ഒരു സ്വാധീനം ഇന്ന് പകലിൽ ദൈവാത്മാവ് ആ വല വെട്ടിക്കീറുകയാണ്. ദൈവത്തിന്റെ ശക്തിയുള്ള കരം ഈ പകലിൽ വെളിപ്പെടട്ടെ.
യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. അഭിഷേകത്തിന്റെ ഒരു തീ ഇന്ന് പകലിൽ പിടിക്കട്ടെ. പ്രപഞ്ചം ധവനം ദൈവകൃപ 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 ദൈവകൃപ. ഓ റബല റബല. ശത്രു വരച്ച ബൗണ്ടറി ഇന്ന് പകൽ ദൈവാത്മ പൊട്ടിക്കുക. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സ്തോത്രം. നാബോത്തിനെ ഇസബേലിന്റെ ആളുകൾ കല്ലെറിഞ്ഞു കൊന്നു. സ്തോത്രം. ഈ അവകാശത്തിന്റെ ബലം ഞാൻ പറയാൻ പോവാ. ഹല്ലേലൂയ. പ്രവാചകൻ ഇറങ്ങി വന്ന് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിനും ആഹാബിന്റെ കൊട്ടാരത്തിനും ഇടയ്ക്ക് ദൈവത്തിന്റെ പ്രവാചകനെല്ലാം ദൈവം ലാൻഡ് ചെയ്യിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ പ്രവാചകൻ വന്ന് ആമേൻ നാബോത്ത് ആഹാബിന്റെ ഭാര്യ ആഹാബിനോട് പറഞ്ഞു, അച്ഛാ പേടിക്കേണ്ട, ആളെ എത്തു, നീ ചെന്ന് അവകാശമാക്കിക്കൊള്ളുക. ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഈ തോട്ടത്തിലേക്ക് വരുന്നതിനിടയിൽ തൻ്റെ വീട് വിട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വാമൻ ആ സ്പേസിൽ ഒരു പ്രവാചകൻ നിന്നേച്ച് പറയുക, ആമേൻ നിന്റെ രക്തം നായ്ക്കൾ നക്കും. ജീസസ്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അവകാശത്തിൽ തൊട്ടവനെ എല്ലാം ദൈവം മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിതാക്കന്മാരുടെ അവകാശത്തെ തൊടാൻ ഒരു ശക്തിക്കും പറ്റാത്ത നിലയിൽ ദൈവം നിന്റെ മേലൊരു കടാക്ഷം, ഒരു ഫേവർ ഇന്ന് പകരം ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഈ യോഗത്തിനായി, ഈ ശുശ്രൂഷയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Oh, thank you Jesus, thank you Jesus, thank you Jesus. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സഭയോട് ഇടപെടുന്നു, ദൈവജനത്തോട് ഇടപെടുന്നു. കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം. ആരൊക്കെയോ ദൈവശക്തിയാൽ നിറയുന്നത് ദൈവാത്മാവ് ഇന്ന് പകൽ എന്നെ ദർശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സഭയെ തൊടട്ടെ. കൂടം ഭേദി ഘടക ജഗന ഈരക്ഷേരി അടകം ധരയം അടകം ധരയം പ്രപഞ്ചം തേരി ഘടക ജാലെ വൈശ തേരി. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലൊരു അഭിഷേകം നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കുന്നു. ദൈവകൃപ 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 ദൈവകൃപ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറയാമോ? ശക്തമായ ഒരു ആമേൻ പറയാമോ? ഒന്നുകൂടെ ശക്തമായ ആമേൻ പറയാമോ? പിതാക്കന്മാരുടെ അവകാശത്തിൻ്റെ പവർ. പ്രവാചകൻ ഒറ്റ ദൂതേ പറഞ്ഞോളൂ, നിന്റെ രക്തം നായ്ക്കൾ നക്കും.
ഈസബേലിൻ്റെ രക്തം നായ്ക്കൾ നക്കും. സ്തോത്രം. ഒറ്റ ദൂത് പറഞ്ഞ് പ്രവാചകനെ പിന്നെ കാണാനില്ല. ഇസബേലിനോ ആഹാബിനോ വാക്തത്വം പറഞ്ഞ പിതാക്കന്മാരുടെ അവകാശത്തിൽ ആയുഷ്കാലത്ത് കാല് കുത്താൻ കർത്താവ് സമ്മതിച്ചില്ലെങ്കിൽ, പുതിയ നിയമ വിശ്വാസി നീ പിതാവേ എന്ന് വിളിക്കുന്ന, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ അപ്പൻ നിനക്ക് തന്ന സ്വർഗീയ അവകാശങ്ങളുടെ മേല് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തു. എൻ്റെ അപ്പൻ്റെ അവകാശമായി എനിക്ക് വേണ്ടത് ഔദാര്യം വേണ്ടതേ. ഔദാര്യം വേണ്ടെന്ന്. ദൈവസഭയ്ക്ക് ഔദാര്യമല്ല വേണ്ടത്, അഭിഷക്തന്മാർക്ക് ഔദാര്യമല്ല വേണ്ടത്, അവകാശമാണെന്ന്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവസഭയ്ക്ക് വേണ്ടത് ഔദാര്യമല്ല, അവകാശമാണ്. അപ്പൻ്റെ അവകാശം. ഈ അവകാശത്തിൽ തൊട്ടവരെല്ലാം ദൈവം മര്യാദ പഠിപ്പിച്ചു. ആഹാബിനെ ഇസബേലിനെ നോക്ക്. ആഹാബിനെ ഒരു യുദ്ധമുന്നണിയിൽ വെച്ച് അലസമായി അടിച്ച ഒരു അമ്പ് ശത്രു സൈന്യത്തിലെ ഒരു സൈന്യാധിപൻ, ഒരു പടയാളി, ഒരു സാധാരണ പടയാളി അലസമായി അടിച്ച അമ്പ് ആളുമാറി പ്രച്ഛന്ന വേഷധാരിയായി സാമാന്യ പടയാളികളുടെ ഇടയിൽ ഒതുങ്ങി നിന്ന ആഹാബിൻ്റെ നെഞ്ചത്ത് കയറി. നീ ഒളിച്ചാലും അമ്പിന് ഒളിക്കാൻ പറ്റത്തില്ലെന്നേ. പ്രാർത്ഥിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നു ഈ ദിവസം നിന്റെ ജീവിതത്തിൻ്റെ നേരെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവർത്തി സ്വർഗത്തിന് ദൈവം ഇന്ന് പകൽ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ആത്മാവ് നിന്റെ ജീവിതത്തിൽ റിലീസ് ചെയ്യുകയാണ്. ദൈവകൃപ, 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 ദൈവകൃപ. ദൈവത്തിന്റെ തീക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്വന്തം രഥത്തിൽ നിന്ന് സ്വന്തം വസ്ത്രം യഹൂദ രാജാവിന് കൊടുത്തിട്ട്, സ്വന്തം രഥം യഹൂദ രാജാവിന് കൊടുത്തിട്ട് ഒരു സാമാന്യ പടയാളിയായി വേഷധാരിയായി പട്ടാളക്കാരിൻ്റെ ഇടയിൽ നിന്നവനെ അമ്പ് തേടി പിടിച്ചു പുറത്തു കൊണ്ടുവന്നാൻ പോയി. ഈ പ്രാർത്ഥനയുടെ 4ാമത്തെ പകലില് ആത്മാവ് സഭയോട് തെളിവായി പറയുന്നു, നിനക്ക് ലക്ഷ്യം തെറ്റിയ ചില വിഷയങ്ങളുണ്ട്, നിനക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്, നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത ചില ആളുകളുണ്ട്, നിനക്ക് മനസ്സിലാകാത്ത ചില വ്യക്തിത്വങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. അവരെ തിരിച്ചു പിടിക്കാൻ ഒരു അമ്പ് പുറപ്പെട്ടിട്ടുണ്ട്. അതവനെ തൊട്ടേ അടങ്ങത്തോളന്നേ. പ്രാർത്ഥിച്ചു. പ്രാപിച്ചുകൊള്ളുക. കരമടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞുകൊള്ളുക. ഒരമ്പ് പുറപ്പെട്ടിട്ടുണ്ട്. നിന്റെ അവകാശത്തോട് അവകാശം പറയുന്ന ചിലതിന്റെ നേരെ ഈ പ്രാർത്ഥന അമ്പായി ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞയക്കുകയാണ്. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവ് സഭയെ തൊടുന്നു. സ്വർഗീയ കാറ്റേ ഇന്നു പകൽ ജനത്തിലേക്ക് വീശേണം. ഗ്ലോറി, 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 ഗ്ലോറി. ഉടനം പ്രപദം, ധനയം.
ഖഡഗ ബലമോ ധമനെ ധിമരെ. പ്രാപിക്കുക, ഈ പകൽ പ്രാപിക്കുക. പിതാക്കന്മാരുടെ അവകാശമാണ്. ഇന്നു പകൽ പ്രാർത്ഥിക്കുന്ന ആത്മീയരെ, ദൈവ പൈതരെ, ജീസസ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് പകൽ ശത്രുപാളയത്തിനകത്ത് തീപിടിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നേരെ ചട്ടം കെട്ടിയ സകല ആധിപത്യത്തിന്റെ മേലും ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം ഈ പകൽ ഇവിടെ നിന്ന് വ്യാപരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിട്ടുകൊടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവകൃപയുടെ വ്യാപാരത്തിനായി Glory, 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 glory. Jesus. ആ കുടുംബത്തിന് നേരെയുള്ള ന്യായവിധി ദൈവം അവിടെ കൊണ്ട് നിർത്തിയില്ല. ഇല്ല. ശമരിയയിൽ ആഹാബിൻ്റെ 70 പുത്രന്മാരെ ഒരേ സമയം തൂക്കിക്കളഞ്ഞു. ശമരിയയിൽ ആഹാബിൻ്റെ 70 പുത്രന്മാരെ ഒരേ സമയം തൂക്കിക്കളഞ്ഞു. ആ കുടുംബത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ കൈ പിന്നെയും ദൈവം പിന്നെയും പിൻവലിച്ചില്ല. ഇസബേലിനെ പിടിച്ചു ദൈവം. ഇസബേലിനെ ഏത് നിലയിലാണ് പിടിച്ചെന്നറിയോ? ആമേൻ. കിളിവാതിൽ വഴി നോക്കിക്കൊണ്ട് നിന്ന ഇസബേലിനെ അവിടെ നിന്നെടുത്ത് താഴെയിട്ടു. ഒരു രാജ്ഞിയാണെന്ന് ഓർക്കണം, ഒരു രാജാവിൻ്റെ പത്നിയാണെന്ന് ഓർക്കണം. എന്നിട്ട് നായ്ക്കൾ അവളെ തിന്നുവോളം ഒരൊറ്റ മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിൽ, അവകാശത്തിൽ തൊട്ടാൽ ഇത്രയും വെല്ലുവിളി ഉണ്ടെങ്കിൽ അവകാശത്തെ തൊട്ടാൽ നിന്റെ മേലുള്ള ഭായി പ്രൊട്ടക്ഷനാ. ദൈവം തന്നത് ഒരു സാധാരണ പ്രൊട്ടക്ഷൻ അല്ല. ദൈവകൃപ, 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 ദൈവകൃപ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ആധരം തുറന്നു പ്രാർത്ഥിക്കാം, ആധരം തുറന്നു പ്രാർത്ഥിക്കാം. Jesus. Hallelujah, 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 hallelujah. വെളിപ്പാട് സ്വതി പറയുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ചേർക്കേണ്ടതിന് അവൻ അധികം ദുവർഗം കൊടുത്തുന്ന. ദുവർഗം പ്രാർത്ഥനയോട് ചേർത്തേന്താണെന്നറിയാവോ? അതിനകത്തൊരു വാക്ക് ഞാൻ നിങ്ങളോട് ചേർത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടെയുള്ള ആരാധന, ആരാധനയോടുകൂടെയുള്ള പ്രാർത്ഥനയ്ക്കാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയുള്ളവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കൂ. ജീസസ്. നിങ്ങളുടെ ആരാധനയോടുകൂടെ പ്രാർത്ഥന വെളിപ്പെടണം. പ്രാർത്ഥനയോടുകൂടെ ആരാധന വെളിപ്പെടണം. 3-4 മിനിറ്റ് എല്ലാവരും ആത്മാവിൽ സ്തോത്രം ചെയ്യാം. നിൻ്റെ അവകാശത്തെ തൊട്ടുപോകരുത്. ആദരം തുറന്ന് പറയുക, എൻ്റെ അവകാശത്തെ തൊട്ടുപോകരുത് യേശുവിൻ്റെ നാമത്തിൽ. പിതാക്കന്മാരുടെ അവകാശത്തെ തൊട്ടുപോകരുത്. പിശാചിനോടുള്ള പരസ്യ യുദ്ധ പ്രഖ്യാപനമാണ് ഈ ഉപവാസ പ്രാർത്ഥന. ഉപവാസം രഹസ്യമായി നടത്തുന്നൊരു കാര്യമല്ല. ഇത് കാഹളമൂതി പരസ്യപ്പെടുത്തിയതിൻ്റെ അന്നേ സാത്താൻ്റെ പാളയത്തിനകത്ത് അസാധാരണമായൊരു പാച്ചിൽ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവിൻ്റെ കൈ ചിലരുടെ തലമേൽ ഇരിക്കുന്നു. ഞാൻ ദൈവാത്മാവിൽ കണ്ടുകൊണ്ട് ഇടപെടുന്നു. അതരം തുറന്ന് പ്രാർത്ഥിക്കാം, അതരം തുറന്ന് പ്രാർത്ഥിക്കാം. ആരാധനയും പ്രാർത്ഥനയും സമന്വയിക്കട്ടെ. ആരാധനയും പ്രാർത്ഥനയും ഒന്നൊന്നിൽ നിന്ന് മാറണ്ട, ഒന്നൊന്നിൽ നിന്ന് വേർതിരിക്കണ്ട, സമന്വയിച്ച് നിൽക്കട്ടെ. ആരാധനയും പ്രാർത്ഥനയും ഒരുപോലെ ഒരുപോലെ ഒരുപോലെ. ശക്തനായവൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുന്നു, വലിയവ ചെയ്യുന്നു ദൈവം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഉടരാ ധയനേ ധനനേ ജഗനേ പ്രപദം പ്രപജം ധനയം ധനയം നിലയം തേരി അബ്ധനവേദി പ്രൗഢവരക്ഷാ ദീപൽ കടകേ ജുഡയധനയേ. Oh, thank Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. റോക്കോ റോക്കോ റഖോദനിയ ശതോരിയംദേ റോക്യം തേന ഹസ്തിര പ്രവരോ. Thank you, thank you, thank you Jesus.
അവകാശത്തെ പിടിച്ചു പ്രാർത്ഥിക്കുക. എൻ്റെ അവകാശത്തിൻ്റെ ഓഹരി ഞാൻ വിട്ടുതരികയില്ല. അവകാശിയുടെ മേലൊരു ജയം. ഗ്ലോറി 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 ഗ്ലോറി. ഓഹോ റിഖമരം തേ ദീപലവാന ദീരചേരും. ആരാധനയും പ്രാർത്ഥനയും ഒരുമിച്ച് നിൽക്കട്ടെ. പിശാചിനെ ജയിക്കാൻ ആരാധനയും പ്രാർത്ഥനയും ഒന്നിച്ച് നിൽക്കട്ടെ. ആരാധനയുടെ ശബ്ദം, പ്രാർത്ഥനയുടെ സ്വരം ഒരുപോലെ കയറി വരട്ടെ. ഓ നീതിമാന്റെ അവകാശത്തിന്മേൽ ദൂട്ടന്റെ ചെങ്കോലിരിക്കില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കാലത്ത് നാം നീതി കെട്ടവരായിരുന്നപ്പോൾ, ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിന് അവകാശികളല്ലാതിരുന്നപ്പോൾ, നീതിമാന്റെ അവകാശത്തിന് യാതൊരു ഓഹരിക്കാരും അല്ലാതിരുന്നപ്പോൾ, ഒരു അവകാശികളും അല്ലാതിരുന്നപ്പോൾ, പിതാവായ ദൈവം തൻ്റെ അരുമകുമാരനേക്കാൾ ഒരു ക്രൂശിൽ തകർത്ത്, ഹല്ലേലൂയ ഹല്ലേലൂയ, അവൻ്റെ ഏഴുവിധമായ പ്രൈസലോ, ഹല്ലേലൂയ പ്രൈസലോ, ഹല്ലേലൂയ, മുറിവുകളിലൂടെ, ഹല്ലേലൂയ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മെ, ഹല്ലേലൂയ, അവൻ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്താൽ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മെ, ഹല്ലേലൂയ, വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ നീതിമാന്മാരായി, ഹല്ലേലൂയ, നീതിമതികളാക്കി തീർത്തത്, ഹല്ലേലൂയ, നമ്മുടെ, ഹല്ലേലൂയ, ആരുടെയും നീതി പ്രവർത്തികളാലല്ല, യേശു കർത്താവിൻ്റെ പുണ്യാക രക്തത്തിലൂടെ നമ്മെ വിശുദ്ധീകരിച്ച് മക്കളും അവകാശികളുമാക്കി തീർത്തു. ആ നീതിമാന്റെ അവകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ആ അവകാശത്തിൻ്റെ ശ്രേഷ്ഠതകളെ പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായും ശബ്ദമായും സംസാരിച്ചല്ലോ. ദൈവദാസനെ ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ. പിന്നെയും അനേകടങ്ങളിൽ ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. ഈ തലമുറയിൽ അനേകരെ നേടിയെടുക്കുവാൻ, കർത്താവിൻ്റെ ഹല്ലേലൂയയായി നിൽക്കുവാൻ, ഹല്ലേലൂയ, ദൈവം സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ആർ പ്രസാദ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇന്നത്തെ ഈ സെഷൻ, ഹല്ലേലൂയ, ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. കണ്ണുകളടിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നാഥ, അനുഗ്രഹവും പ്രശാന്തവുമായ ഈ നല്ല പകൽവേളയ്ക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത് പകൽ, ദൈവമേ, അവിടുത്തെ പാദാന്ത്യം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ദൂതുകൾ ആലോചനകളാൽ ഇന്ന് ഞങ്ങളുടെ മധ്യേ സ്വർഗമേ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അളവ് പകർന്ന് പൊഴിച്ച് ദൈവമേ, നിൻ്റെ മക്കൾക്ക് കർത്താവേ, അവിടുത്തെ മക്കളായ ഞങ്ങളിൽ അവിടുന്ന് പകർന്നതിനായി നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. അപ്പോൾ ഒരു കാലഘട്ടം കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, ദുഷ്ടൻ്റെ ചെങ്കോൽ കർത്താവേ നീതിമാൻ്റെ അവകാശത്തിൽ ഇരിക്കത്തില്ല എന്ന് വ്യക്തമായും തിട്ടമായും കർത്താവേ ഹല്ലേലൂയ വചനത്തിലൂടെ ഞങ്ങളിൽ പകർന്ന ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, വലിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. ഒരു കാലഘട്ടം ദൈവമേ, ദൈവ മക്കളിൽ കർത്താവേ അഭിഷിക്ത ഗണത്തെ ഹല്ലേലൂയ കർത്താവേ അവരുടെ ഹല്ലേലൂയ അവകാശത്തിന്മേൽ ഒതുക്കി കർത്താവേ അതിരിട്ട് ആ നിലവാരങ്ങൾ കർത്താവേ കൊണ്ടുപോയ ആ പോരിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ ദൈവം തകർത്ത് നിന്റെ മക്കൾക്ക് ഒരു ഹല്ലേലൂയ ആശ്വാസം, ഒരു അവകാശം പകർന്ന കൃപകൾക്കായി താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവകൃപ ദൈവമേ അവിടുന്ന് പകർന്നതിനായി നന്ദിയോട് സ്തോത്രം. ആഗതരായി ഇന്ന് വന്നിട്ട് കടന്നുകൂടിയ എല്ലാം ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവർക്കും ഒന്നുപോലെ ഇതൊരു അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റി സ്വർഗമേ അവിടുന്ന്
കർത്തൃത്വം നടത്തിയ വലിയ കൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. അപ്പാ അവിടത്തോട് ചേർന്ന്, അവിടുത്തെ മാർവോട് ചേർന്നിരുന്ന് കർത്താവേ ഹല്ലേലൂയ, നിന്റെ ഭക്തൻ കർത്താവെ, ഭക്തന്റെ വായികളിലൂടെ എൻ്റെ ദൈവം കർത്താവെ ഇവിടെയും അപ്പൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ അവകാശത്തിന്റെ കൃപ ഇവിടെ പകർന്ന കൃപകൾക്കായി താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. പ്രത്യേക കർത്താവേ, ഈ ഹല്ലേലൂയ കർത്താവേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഈ പ്രിയ സഭയെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ അഭിഷിക്ത ഗണത്തെ ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ശക്തീകരിക്കും. ഹല്ലേലൂയ പ്രത്യേക കർത്താവേ ഉപവസിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഹല്ലേലൂയ കൃപയിൽ പൊതിയും. നാഥന്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്ന് കർത്താവേ ഈവനിങ് നടക്കുന്ന ഹല്ലേലൂയ സെക്ഷനിലെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കും. ഹല്ലേലൂയ ഞങ്ങളോട് കൂടെ ഇരുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനകളും യാചനകളും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക് തന്നെ, കൃത്യം 6:30 മണിക്ക് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങും. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ കൂടെ ഹല്ലേലൂയ കൂട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയും ഹല്ലേലൂയ തുടർമാനമായി ഉപവസിക്കുന്നവർ, പേര് നൽകാനുള്ളവർ ഹല്ലേലൂയ പേര് നൽകിയിട്ട് പോകണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.